യെസ്, രഞ്ജിത്ത് കാർത്തികേയൻ സർവതല സ്പർശിയായിട്ടുള്ള വികസനം സാധ്യമാക്കിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ആത്മവിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞു. ധനകാര്യമന്ത്രി തിരഞ്ഞെടുപ്പ് അടുക്കുന്നതുകൊണ്ട് ഗിമ്മിക്കുകളൊന്നും കാണിച്ചില്ല. പക്ഷേ ഞങ്ങൾ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഭരണത്തിൻ്റെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഇതൊക്കെയാണ്. അത് ജനങ്ങളുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതില്ല, അവരോട് പറയേണ്ടതില്ല, സംവദിക്കേണ്ടതില്ല എന്ന് കരുതി തന്നെയല്ലേ ഇത്തരത്തിലൊരു ബജറ്റ് അവതരിപ്പിച്ചത്? അതൊരു നെഗറ്റീവ് രീതിയിലല്ല നമ്മളതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. അതായത് ചെയ്യുന്ന കാര്യങ്ങൾ ഏറ്റവും അടിത്തട്ടിൽ ഇപ്പം ഒരു ഇൻ്റഗ്രൽ ഹ്യൂമനിസം അല്ലെങ്കിൽ അന്ത്യോദയ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു എക്കണോമിക് കോൺസെപ്റ്റിലാണ് BJP ഒരു ഇത് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ഈ പറയുന്ന എത്ര പേർക്ക് ഏതാണ്ട് 95 crore വോട്ടേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതിനകത്ത് നോക്കുകയാണെങ്കിൽ ഫ്രീ ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ പ്രഖ്യാപിച്ചതോ അല്ലെങ്കിൽ ഇത് കൊടുക്കാമെന്ന് പറഞ്ഞതോ അല്ല, സബ്സിഡി എന്നുള്ളത് പറഞ്ഞതല്ല. 10.11 crore ആണ് സ്ത്രീകൾക്ക്. കൺസ്ട്രക്ഷൻ ഓഫ് 11.72 crore ടോയ്ലറ്റ്സ് ആണ്. 51.6 കോടി ജൻധൻ അക്കൗണ്ടുകളാണ്. ഇന്ന് 2 ലക്ഷം കോടിയാണ്. ഇവിടെ തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ അക്കൗണ്ട് പൈസ ഇല്ലാത്തവർക്ക് എന്ത് അക്കൗണ്ടെന്ന്. ഇന്ന് പൈസ ഇല്ലാത്തവരുടെ 2 ലക്ഷം കോടി രൂപ ഇന്ന് ബാങ്കുകളിൽ നിക്ഷേപമായിട്ട് കിടക്കുന്നുണ്ട്. ആവാസ് യോജന പ്രകാരം 2.6 കോടി വീടുകൾ നിർമ്മിച്ചു. 6.27 ആയുഷ്മാൻ ഭാരത് സ്കീമിലെ ബെനഫിഷ്യറി ഉണ്ടായി. ഏതാണ്ട് ഒരു 60 കോടി 70 കോടി ജനങ്ങൾക്കിടയിൽ ഈ അവരുടെ ഒരു ബെനഫിറ്റ് എത്തിക്കാൻ പറ്റി. ഏതാണ്ട് ഈ ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫറും മറ്റുമൊക്കെ കാരണം ഏതാണ്ട് 2.7 ലക്ഷം കോടി രൂപയുടെ ബെനഫിറ്റാണ് കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടായെന്നുള്ളതാണ് കണക്ക്. അപ്പോൾ ഈ പറയുന്ന ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പണ്ടൊക്കെ ഉണ്ടായിരുന്നത് പോലെ അന്ന് പാർലമെൻറ്റിൽ പറഞ്ഞിരുന്നത് 1 രൂപ ചിലവാക്കുമ്പോൾ 15 പൈസയോ 18 പൈസയോ മറ്റോ ആണ് ആളുകൾക്ക് ബെനഫിഷ്യറീസ് കിട്ടുന്നത്. അതിൽ നിന്ന് മാറി 1 രൂപ ബാങ്കിലിട്ടാൽ 1 രൂപയും അദ്ദേഹത്തിന് കിട്ടും. അത് ഡയറക്റ്റായിട്ട് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് അതിൻ്റെ കൂടെ ഒരു രസീതും കൊടുക്കുന്ന ഒരു രീതിയല്ല. ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിലേക്കുള്ള ട്രാൻസ്ഫറാണ്. ആ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ചെയ്തതിൻ്റെ ഗുണം എന്ന് പറയുന്നത് 2.7 ലക്ഷം കോടി രൂപ. ഇന്ന് ആ ഡിജിറ്റൽ ഡിസ്ട്രപ്ഷനും അല്ലെങ്കിൽ ആ ഡിജിറ്റൽ ഇന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഫ്രാൻസിലെ പ്രീമിയറൊക്കെ പ്രസിഡൻറ്റും ഒക്കെ വന്ന് തന്നെ നമ്മുടെ ഈ UPIയുടെ മാജിക്ക് കാണുന്ന ആ ഡിജിറ്റലൈസേഷൻ്റെ ആ ഒരു ഇമ്പാക്റ്റ്. ഇന്ന് ക്രെഡിറ്റ് കാർഡിൻ്റെയൊക്കെ ഈ പറയുന്ന പണ്ട് നമ്മൾ ഒരു ക്യാഷിൻ്റെ ക്യാരിയിങ് കോസ്റ്റും മറ്റൊക്കെ സംസാരിക്കുമ്പോൾ ഇതിന് ബെനഫിറ്റ് ചെയ്യാൻ പോകുന്നത് വിസയും മാസ്റ്റർ കാർഡും പോലുള്ള ഭീമന്മാരാണ്. അതുകൊണ്ട് ഇത് അവരെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊരു നേരത്തെ ഈ അദാനിയുടെ കാര്യം പറയുന്ന പോലെ. പക്ഷേ ഇന്ന് UPI എന്ന് പറയുന്ന സാധാരണക്കാരന് 1 രൂപ പോലും ചിലവില്ലാതെ ഇന്ന് ഒരു സീംലെസ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ളൊരു ടെക്നോളജി ഉണ്ടാക്കി. അങ്ങനെ ചെയ്യുന്ന ഒരു രീതിയിലേക്ക് വന്നപ്പോൾ നാച്ചുറലി ആ ബെനഫിറ്റ് ഇന്ന് ടച്ച് ചെയ്യാത്ത ഏതെങ്കിലും ഒരു വോട്ടറുണ്ടോ? അതായത് ഈ 95 പേരിലും ഈ ഡിജിറ്റൽ ട്രാൻസ്ഫേഴ്സും മറ്റുമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് വരാത്തതുണ്ടെങ്കിൽ പല ഡെവലപ്മെൻറ്റും ഇപ്പോൾ ഫാമർ ബില്ലിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ്, അതായത് ഒരു മിഡിൽ മെന്നെ ടോട്ടലി അവോയ്ഡ് ചെയ്യാൻ. ഇന്ന് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാനൊന്ന് ക്വിക്കായിട്ട് നിർത്താം. അതായത് നേരത്തെ ഇവിടെ പറയുകയുണ്ടായി, സൂചിപ്പിക്കുകയുണ്ടായി, അതായത് വിലക്കയറ്റം ഉണ്ടെന്നും കർഷകർക്ക് ഇത് കിട്ടുന്നില്ല എന്നും. എക്സാക്ട്ലി ഇന്ന് വിലക്കയറ്റം ഈ പറയുന്ന ടൊമാറ്റോ വിലക്കയറ്റം ഉള്ളതിൻ്റെ കാരണം എന്താ? ആ ഇടനിലയിലുള്ള ആളുകൾ ഇതിൽ നിന്ന് ഇതിൻ്റെ യഥാർത്ഥ ബെനഫിഷ്യറി ആയിട്ട് ഉള്ള ഫാർമറിന് ഇതിനെ കിട്ടുന്നില്ല. അതിന് വേണ്ടി വന്ന ഫാം ബില്ലിനെ ശക്തിയുക്ത എതിർത്തു. അതിൻ്റെ റീസൺസൊക്കെ വേറെ ആണെങ്കിൽ പോലും അതിനെ നമ്മൾ നെഞ്ചോട് ചേർത്ത് ഇത് വേണ്ട. അതായത് എല്ലാ പാർലമെൻ്ററി കമ്മിറ്റീസും എല്ലാ പ്രാവശ്യവും ഈ മണ്ഡി സിസ്റ്റവും മറ്റുമൊക്കെ മാറണം എന്ന് പറഞ്ഞിട്ടുള്ള അവിടുന്ന് അതുപോലും നമ്മൾ ചെയ്തില്ല. പക്ഷേ ഇന്ന് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ വന്ന് നമുക്ക് വിലക്കയറ്റത്തെ പറ്റി പറയുന്നു, വിലപിക്കുന്നു, അതുപോലെ ഫാർമേഴ്സിൻ്റെ പ്ലൈറ്റിനെ പറ്റി പറയുന്നു. പക്ഷേ അത് എല്ലാം കൂടെ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഒരു ഫെർട്ടിലൈസറിൻ്റെ കാര്യം ശ്രീ ശിവശങ്കർ നേരത്തെ പറയുണ്ടായി. എല്ലാ മേഖലകളിലും ടച്ച് ചെയ്യാൻ പറ്റി എന്നുള്ളതിൻ്റെ ഒരു കോൺഫിഡൻസ് തന്നെയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി
ഒരു ബഡ്ജറ്റ് അവലോകനം എന്നുള്ളതിനെക്കാട്ടിലും ഇതൊരു ഒരു ഒരു എന്താ പറയുന്ന ഒരു പ്രോഗ്രസ് റിപ്പോർട്ട്, അല്ലെങ്കിൽ ഇതുവരെ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെയാണ്, അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെ ആയിരിക്കും എന്നുള്ളതിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് ഈ പ്രാവശ്യത്തെ ഈ വോട്ട് ഓൺ അക്കൗണ്ടിൽ ഞാൻ കാണുന്നത്. രഞ്ജിത്ത് കാർത്തിക്, ഒരു കാര്യം കൂടി, അതായത് ഈ അടിസ്ഥാന വർഗത്തെയൊക്കെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു മൂലക്കിങ്ങനെ നിർത്തി എന്നല്ലാതെ ആത്മാർത്ഥമായിട്ടുള്ള സമീപനം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അതേസമയം കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന ഒരു നിലപാട് അതാണ് ഈ ബജറ്റിൽ പ്രതിഫലിക്കുന്നത് എന്ന ഒരു ആരോപണവും ഇടതുപക്ഷത്തിൻ്റെ നമുക്ക് ഈ പറയുന്ന ഏത് രാജ്യത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ രണ്ട് രീതിയിലുമുള്ള ആളുകൾ വേണം. ഇതൊരു മിക്സഡ് എക്കോണമി ആയിട്ടാണ് നമ്മൾ കാണേണ്ടത്. അപ്പം അദാനീസും അംബാനീസും ഒക്കെ പറയുന്ന കോൺഗ്ലോമറേറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് വാസ്തവം പറഞ്ഞാൽ ലോകത്തിനോട് കിടപിടിക്കാനൊക്കെ ഉള്ളൂ. ഏത് ലോകരാഷ്ട്രത്തിലെ നേതാക്കന്മാർ വന്നാലും അവരോട് ഒരു ട്രേഡ് ഡെലിഗേഷൻ ഉണ്ടാവും. ഈ US നിന്ന് വന്നാലും അവരുടെ ഏറ്റവും വലിയ ബിസിനസ്സുകാരുടെ ഒരു ഡെലിഗേഷൻ ഉണ്ടാകും. കാരണം ഈ എഗ്രിമെൻറ്റ്സ് ഗവൺമെൻറ് ടു ഗവൺമെൻറ് ആണെങ്കിലും ഇത് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ബിസിനസ് ഹൗസസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇപ്പോൾ ഇന്ന് നമുക്കറിയാം ഇവിടെ ഈ അദാനിയെ പറ്റി വളരെയധികം ആരോപണം ചെയ്യുന്ന ഒരു സംസ്ഥാനം ഒരുപക്ഷെ കേരളമായിരിക്കും. അതിനകത്ത് നമുക്ക് ആ ബലൂൺ, അദാനി എന്നുള്ള ഒരു ബലൂൺ പറത്താൻ പറ്റിയത് അദ്ദേഹം ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ടാണ്. അത്രയും പേർക്ക് ഇന്ന് ഇവിടുത്തെ കുറ്റം പറയുന്ന വിമാനത്താവളം 30 വിമാനങ്ങൾ പോയിക്കൊണ്ടിരുന്ന സ്ഥലത്ത് ഇന്ന് 100 വിമാനങ്ങളാണ് ഇവിടുന്ന് പോകുന്നത്. 3000-4000 പേര് ഇവിടുന്ന് ഫ്ലൈ ഔട്ട് ചെയ്തുകൊണ്ടിരുന്നത് 10,000 മറ്റു ആളുകളാണ് ഫ്ലൈ ഔട്ട് ചെയ്യുന്നത്. കേരളത്തിൽ കോർപ്പറേറ്റുകളുടെ തോളിൽ കയറ്റി നടക്കാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് കൊടുക്കുന്നത് ഒരു തെറ്റാണ് എന്ന് വാദിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. കാരണം എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ അത് വളരെ ക്ലിയറാണ്. കാരണം എന്ന് പറഞ്ഞാൽ അതിന് ഒരു രാഷ്ട്രീയമോ അതിനകത്ത് വരുന്ന ഒരു തോട്ട് പ്രോസസ്സിലെ വ്യത്യാസം ഞാൻ അംഗീകരിക്കുന്നു. ഒരു ഗവൺമെൻറ് ഓൺ ചെയ്യണം എന്നല്ല. പക്ഷേ ഈ പറയുന്ന സർക്കാർ വന്നത് വളരെ കൃത്യതയോടെ രാമക്ഷേത്രം പണിയും, 370 മാറ്റും, ഇങ്ങനെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പാണ്. ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിനെ നോക്കിക്കൊണ്ടുള്ള ഒരു വികസന മോഡൽ അല്ല പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് വോട്ട് ചെയ്തത്. അപ്പോൾ അതിന് ഈ പറയുന്ന പോലെ ഒരു ആരോപണം ഉന്നയിച്ചത് കൊണ്ട് നമുക്ക് ഈ പോലെ ചർച്ചകളിലൊക്കെ പറയാം എന്നല്ലാതെ, വാസ്തവം പറഞ്ഞാൽ ഞാൻ ഒരു ചെറിയൊരു എക്സാമ്പിൾ കൂടെ പറയാം. ഇപ്പം LICയുടെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. അന്ന് LIC വിറ്റ് തുലച്ചു എന്ന് പറയും, നമ്മളെല്ലാവരും വർത്തമാനം പറയുന്നുണ്ട്. ഇതിനകത്ത് ആക്ച്വലി നടന്നത് എന്താ? ഈ LICയുടെ ഒരു 5% ഷെയർ ഡിസ്ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ അതിനകത്ത് ഇൻവെസ്റ്റേഴ്സിന് അതിൻ്റെ ഗ്രോത്തും മറ്റുമൊക്കെ ഇത് ചെയ്യാനായിട്ട് ഇൻവെസ്റ്റേഴ്സിനും പറ്റി. ഇതിനകത്ത് സ്പെക്കുലേഷൻ ഉണ്ട്. സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഞാനൊരു വലിയ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ആരാധകനോ അല്ലെങ്കിൽ അതൊരു ബാരോമീറ്റർ ആണെന്ന് കണക്കാക്കുന്ന ഒരാളല്ല. പക്ഷേ ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തത് കൊണ്ട് ഒരു ഗുണമുണ്ടായത് എന്താ? ഈ പറയുന്ന ആളുകൾക്കെല്ലാം, അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്കെല്ലാം ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടാനായി കഴിഞ്ഞ പ്രാവശ്യം ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിരുന്ന ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ആണ് LIC. LICയുടെ ഇന്നത്തെ പ്രൈസിൽ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇഷ്യൂ പ്രൈസിനേക്കാൾ മുകളിലോട്ട് വന്നു കഴിഞ്ഞു. ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് അതിലൊരു ഭാഗവാക്കായി. അപ്പോൾ ഗവൺമെൻറ് ഹോൾഡ് ചെയ്യുന്ന ഷെയർസും ഞാൻ ഹോൾഡ് ചെയ്യുന്ന ഷെയറും വ്യത്യസ്തമല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഫോർ ദ പീപ്പിൾ ബൈ ദ പീപ്പിൾ എന്നൊക്കെ നമ്മൾ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഇത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിൽക്കണം. അപ്പോൾ ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത് ആരാ? ഒരു 5-6 പേരുള്ള ഒരു ചെറിയ ഒരു കൗൺസിലോ അല്ലെങ്കിൽ കമ്മിറ്റിയാണോ? അപ്പോൾ അതിനകത്ത് എനിക്കൊരു റോളില്ലേ? അപ്പോൾ എനിക്ക് ഒരു പബ്ലിക് ഇഷ്യൂ നടത്തി അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ ഞാൻ ജനങ്ങളുടെ ഭാഗമല്ലേ? അത് ജനങ്ങളുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്? അപ്പം ഇത് പ്രൈവറ്റ് ഭീമന്മാരുടെ കയ്യിലാണ്. ഇത് പബ്ലിക് ഇഷ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള തെറ്റായ നറേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്യാതെ ഒരു പക്ഷേ ക്രിട്ടിക്കലായിട്ട് നമ്മൾ എല്ലാത്തിനും സംസാരിക്കണം. അതിന് ക്രിറ്റിസിസംസ് ചെയ്യാൻ പാടില്ല എന്നല്ല, വാസ്തവം പറയാൻ നല്ലൊരു പ്രതിപക്ഷം ഇവിടെ ഉണ്ടാകേണ്ട ആവശ്യകതയും ഞാൻ എപ്പോഴും പറയും. എന്നാൽ മാത്രമേ നമുക്കൊരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള പ്രോഗ്രസ് ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ എല്ലാ കാര്യത്തിനും വെറുതെ നമ്മൾ ഈ പറയുന്ന എന്നാൽ ഇവിടുത്തെ കാര്യങ്ങളെപ്പറ്റി നമുക്കൊരു അടുക്കും ചിട്ട ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടി നന്നായിട്ട് ചെയ്തിട്ടോ ഒരു റിയൽ റീസൺ ഉണ്ടായിട്ടോ ഇവിടുത്തെ ഗ്രോത്ത് ഉണ്ടാകാത്തതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയുള്ള ഒരു ബഡ്ജറ്റിനെ ക്രിട്ടിക്കലായിട്ട് അസസ് ചെയ്തതിൻ്റെ ഒരു ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്തായാലും കഴിഞ്ഞ 10 ഇയേഴ്സിൻ്റെ ഒരു ബാലൻസ് ഷീറ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രോഗ്രസ് ആണെങ്കിൽ ഞാനൊരു 60-70% സക്സസ് റേറ്റ് ഈ ഗവൺമെൻറ്റിന്, 2 സക്സസീവ് ഗവൺമെൻറ്റിന്, കേന്ദ്ര ഗവൺമെൻറ്റിന് ഡെഫിനറ്റായിട്ടുണ്ട്. അതിൻ്റെ ഒരു കോൺഫിഡൻസ് തന്നെയാണ്.
അതിന് വന്നിട്ടുള്ള പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഈ പറയുന്ന ഒരു വലിയ റെസീലിയൻസ് ഉണ്ടായി. ആ റിപ്പോർട്ടൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, ആനന്ദ നാഗേശ്വരൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രീഫേസും മറ്റുള്ള റിപ്പോർട്ടിൽ നമുക്കറിയാം വളരെയധികം ഒരു ശക്തമായൊരു റെസീലിയൻസ് ഉണ്ടായി, ഒരു വി ഷേപ്പ് റിക്കവറി ഉണ്ടായി. പാൻഡമിക് സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ നോട്ടടിക്കണമെന്നും മറ്റുമൊക്കെ പറഞ്ഞിട്ടുള്ള ശാസ്ത്രജ്ഞരും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊന്നും ചെയ്യാതെ നമ്മൾ വളരെ വളരെ മോഡസ്റ്റായിട്ട് മോഡറേറ്റായിട്ട് ഇതിനെ വളരെ മെറ്റിക്കുലസ് ആയിട്ട് ഹാൻഡിൽ ചെയ്തത് കൊണ്ട് ഇന്ന് നമ്മുടെ എക്കോണമി ഒരു ഗ്രോത്ത് പാത്തിലാണ്, ബ്രൈറ്റസ്റ്റ് സ്പോട്ടിലാണ് എന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നതാണ്. ഇത് ഒരു ഭരണത്തിൻ്റെ ഒരു മികവ് ഡെഫിനറ്റായിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഡെമോഗ്രാഫിക് ഡിവിഡൻറ്റും ഇതിനകത്തുണ്ട്. അതായത് നമ്മുടെ ഒരു യങ് പോപ്പുലേഷൻ, അപ്പം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു സ്ഥലത്തേക്ക് വരുമ്പോൾ മാനുഫാക്ചറിങ് ബേസ് വരണമെങ്കിൽ അതിന് യങ് ഹാൻഡ്സ് വേണം. അപ്പോൾ ഇന്ന് ഹിന്ദി ഹാർട്ട്ലാൻഡിൽ നമുക്കൊരു 23-24 ആവറേജ് ഏജ് വരുന്ന ആ ലൊക്കേഷനുകളിലേക്ക് നമ്മൾ ഒരു ഫോക്കസ് ഉണ്ടാവും. അവിടെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരും. കാരണം ആര് ഇൻവെസ്റ്റ് ചെയ്താലും ഒരു 20-25 വർഷത്തേക്കുള്ള ഒരു എംപ്ലോയീസിനെ കിട്ടുമോ എന്നുള്ളത് ഒരു വലിയ ഘടകമാണ്. അതുകൊണ്ടാണ് ചൈന എന്നുള്ളൊരു ഷിഫ്റ്റിൻ്റെ ഒരു കാരണം. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ പറയുന്ന സ്കില്ലിങ്ങിൻ്റെ ഒരു സ്കില്ലിങ് ഇന്ത്യ ആണെങ്കിലും ഡിജിറ്റൽ ഇന്ത്യ ആണെങ്കിലും ഇങ്ങനെയുള്ള പ്രോജക്ട്സ് ആദ്യം മുതലേ ഒരു 10 വർഷം കൊണ്ട് നമ്മൾ കുറേയൊക്കെ നീറ്റ് കാറ്റഗറിയിലുള്ള, നീറ്റ് എന്ന് പറഞ്ഞാൽ നോട്ട് ഇൻ എഡ്യൂക്കേഷൻ എംപ്ലോയ്മെൻറ്റ് ട്രെയിനിങ് അന്നുള്ള കാറ്റഗറിയിൽ നിന്ന് കുറേ പേരെയെങ്കിലും നമ്മളൊരു പ്രൊഡക്റ്റീവിലായിട്ട് മാറ്റാൻ സാധിച്ചു. അതൊക്കെ വലിയ തോതിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് നമ്മുടെ എക്കോണമിയിൽ ഉണ്ടാക്കി. ഇത് കണ്ടിന്യൂ ചെയ്യുമെന്നും അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഈ അമൃതകാലത്തിൽ ഒരു ആത്മനിർഭരത ഉണ്ടാകുമെന്നും നമുക്കൊരു വൺ ഓഫ് ദ മേജർ എക്കോണമീസായിട്ട് മാറാൻ സാധിക്കുമെന്നും അതിനേക്കുള്ള ഒരു നേർരേഖ തന്നെയാണ് ഈ ബഡ്ജറ്റിൻ്റെ ഇന്ന് വന്നിരിക്കുന്ന ഒരു ബഡ്ജറ്റ് എന്ന് ഞാൻ പറയില്ല, ഒരു നയരേഖ എന്നും ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നാരീശക്തിയുടെ പ്രതീതിയായിട്ട് മേരി ടീച്ചർ എത്തിയിട്ടുണ്ട്. ടീച്ചറെ, സ്ത്രീ ശാക്തീകരണത്തിനാണ് ഊന്നൽ നൽകിയിരിക്കുന്നത് ഈ നയരേഖയിൽ, അല്ലേ? ഭാരത സ്ത്രീകൾക്ക് അഭിമാനിക്കാം. അതെ, ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി നല്ലവണ്ണം കണക്കിലെടുത്ത് തന്നെയാണ്, കയ്യിലെടുത്ത് തന്നെയാണ് നിർമ്മല സീതാരാമൻ സ്ത്രീകളെ ചേർത്ത് നിർത്തുന്ന കാര്യം അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനു മുൻപ് ഇപ്പം എൻ്റെ തൊട്ട് മുമ്പ് സംസാരിച്ച സുഹൃത്ത് പറഞ്ഞ ചില കാര്യങ്ങളോടൊക്കെ എനിക്ക് ശകലം വിയോജിപ്പുണ്ട് കേട്ടോ. കാരണം നമ്മൾ എന്തിനെയാണെങ്കിലും അദ്ദേഹം തന്നെ പറഞ്ഞു, യുക്തിസഹമായിട്ട് വേണം, പ്രതിപക്ഷമല്ല ഭരണപക്ഷത്തുള്ളവർ തന്നെ ഭരിക്കുന്നവരെ യുക്തിസഹമായിട്ട് വിമർശിക്കണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അല്ലെങ്കിലാണ് അഴിമതിയും സ്വജനപക്ഷപാതവും മുഖസ്തുതിയും ഒക്കെയായിട്ട് നമ്മുടെ ഭരണം നാറുന്നത്. അപ്പം ഇപ്പം എൻ്റെ മുമ്പ് സംസാരിച്ച സുഹൃത്ത് സത്യം പറഞ്ഞാൽ വലിയ സ്തുതിപ്പാണ് സ്തുതിച്ചത് മുഴുവനും. ഞാനൊരു കാരണം മാത്രം പറഞ്ഞോട്ടെ, അത് ഇപ്പം ഇദ്ദേഹം പറഞ്ഞതല്ല, വേറൊരു ചാനലിൽ സംസാരിക്കുന്ന ഞാൻ കേട്ടതാണ്. അതായത് 2014 ഇവിടുത്തെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് 45 ലക്ഷം രൂപയുടേതായിരുന്നു. അത് 2023-24 ആയപ്പോഴത്തേക്കും നേരെ ഇരട്ടി, അതായത് 95 ലക്ഷം കോടിയിലധികമായി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കാര്യവും കൂടി ഓർക്കണം, ആ വർധനവ് ശരിയാണ്, പക്ഷെ ആ വർധനവിൻ്റെ പുറകിലുള്ള നയവ്യത്യാസം നമ്മൾ കാണണം. നയവ്യത്യാസം എന്താണ്? UPA ഗവൺമെൻറ്റോ അല്ലെങ്കിൽ അതിനു മുൻപുള്ള ഇന്ത്യ ഗവൺമെൻറ്റുകൾ, ഏത് ഇന്ത്യ ഗവൺമെൻറ്, വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലവും അത് തന്നെ. അതായത് ഞാൻ BJPയിലെ ഗവൺമെൻറ്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഗവൺമെൻറ്റായിട്ട് കാണുന്നത് വാജ്പേയി ഗവൺമെൻറ്റിനെയാണ്. ആ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊണ്ടുവന്ന നല്ല നയങ്ങൾ അത് തീർച്ചയായിട്ടും ഇന്ത്യയെ എംപവർ ചെയ്യാൻ ഒരുപാട് സഹായിച്ചു എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയവുമില്ല. അപ്പം അന്ന് മുതൽ, അതായത് 47 മുതൽ അല്ലെങ്കിൽ 1956 നമ്മുടെ ഇൻഡസ്ട്രിയൽ പോളിസി മുതലേ ഒക്കെ ഇങ്ങോട്ട് ഫോളോ ചെയ്തു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഫോളോ ചെയ്തിരിക്കുന്ന പോളിസികളിൽ നിന്ന് വലിയ നയമാറ്റം, അതായത് 3 വർഷത്തിൽ കൂടുതൽ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റിനെ മാത്രമാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് കണക്കാക്കുമായിരുന്നുള്ളൂ.
കാരണം അല്ലെങ്കിൽ വന്ന് എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തു എന്ന് വരുത്തി അതുപോലെ തന്നെ തിരിച്ചു പോകാം. അതൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും സമ്പദ്ഘടനയിൽ. അതുപോലെ തന്നെ ആ സുഹൃത്ത് ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പറഞ്ഞതിനെ എനിക്ക് ഇത്തിരി പറയാനുണ്ട് അതിനു മുമ്പായിട്ട്. അപ്പോൾ ഈ 45 ലക്ഷത്തിൽ നിന്ന് 90 ലക്ഷമോ 100 ലക്ഷമോ ആയി വർധനവ് വന്നത് എന്തുകൊണ്ടാണ്? നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നപ്പോൾ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ ഒരു മാറ്റം കൊണ്ടുവന്നു. എന്താണ് ആ മാറ്റം? അതായത് ഇവിടെ വന്ന് 1 വർഷം 3 വർഷം ഇങ്ങനെയൊന്നും നിൽക്കണമെന്നില്ല. ഈ 1 വർഷത്തിനകത്ത് തന്നെ ഈ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റുമായിട്ട് വരുന്നവർക്ക് ഇവിടെ തൃപ്തികരമല്ല എന്ന് കണ്ടാൽ തിരിച്ചു പോകാം, ആ ഇൻവെസ്റ്റ്മെന്റുമായി തിരിച്ചു പോകാം. അങ്ങനെ ഒരു ഡയല്യൂഷൻ ആ നിയമത്തിൽ വന്നതുകൊണ്ടാണ് ഒരു നല്ല കാലാവസ്ഥ എന്ന് തോന്നിയാൽ ഉടനെ ഇൻവെസ്റ്റ്മെന്റ് വരിക, അത് ഒത്തിരി മോശമാകുന്നു എന്നുണ്ട് ഉടനെ തിരിച്ചു കൊണ്ടുപോവുക. അതുകൊണ്ട് നമ്മുടെ ഇക്കോണമിയുടെ ഗ്രോത്തിൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെയല്ല മനസ്സിലാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പറഞ്ഞു. സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി ലോർഡ് കെയ്ൻസ്, അതായത് അദ്ദേഹം ഒരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആയിരുന്നു. അതായത് അദ്ദേഹം ഒരു മണി മാർക്കറ്റിലെ ഒരു സ്ഥിരം പിന്നെ എന്താണ് ട്രേഡർ ആയിരുന്നു. അദ്ദേഹം ഒരു വലിയ എക്കണോമിസ്റ്റും 20-ാം നൂറ്റാണ്ട് കണ്ട വലിയ എക്കണോമിസ്റ്റും. ലോർഡ് കെയ്ൻസ് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് അറിയാമോ? സ്റ്റോക്ക് മാർക്കറ്റിനെ കൃത്യമായിട്ട് വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ, കടിഞ്ഞാൺ ഇട്ട് പിടിച്ചില്ലെങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റിനെ കടിഞ്ഞാൺ ഇട്ട് പിടിച്ചാൽ അത് ഒരു അപകടം വരുത്തുകയില്ല. സ്റ്റോക്ക് മാർക്കറ്റിനെ കടിഞ്ഞാണിട്ട് പിടിച്ചു നിർത്തിയില്ലെങ്കിൽ അതൊരു വേൾപൂളായി മാറി സമ്പദ്ഘടന തന്നെ അതിൽ മുങ്ങിത്താഴുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെ മൻമോഹൻ സിംഗ് ഒരു പ്രാവശ്യം ഈ മോദി ഗവൺമെന്റിന്റെ നയങ്ങളെ പറ്റി പറഞ്ഞ് വിദേശ നയങ്ങളെ പറ്റി, വിദേശ ഇൻവെസ്റ്റ്മെന്റ് നയങ്ങളെ പറ്റി പറഞ്ഞ് ഉദ്ധരിക്കുകയുണ്ടായി. ഞാൻ അത് ഹിന്ദുവിൽ കണ്ടതാണ്. അപ്പൊ ഇത് കെയ്ൻസ് പറഞ്ഞത് മാത്രമല്ല, അപ്പൊ അങ്ങനെ പാളിച്ചകൾ, അതായത് നയങ്ങളിൽ കൊണ്ടുവന്ന ഡയല്യൂഷൻ, അതാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ അത്ര മാറ്റം വന്നത്. അതുപോലെ തന്നെ ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ കാര്യത്തിൽ ഇത്ര ഒരു അലസമായ നയം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത്, അതായത് അദാനിയോ അല്ലെങ്കിൽ അതുപോലെയുള്ള കോർപ്പറേറ്റ്സോ സ്റ്റോക്ക് മാർക്കറ്റിൽ നടത്തുന്ന ഷോർട്ട് സെല്ലിംഗ് ക്രിയകള് അത് അപകടം ചെയ്യില്ല എന്ന് ഇവർ വിചാരിക്കുന്നുവെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവരൊരു പാഠം പഠിക്കേണ്ടി വരും. കാരണം അത് ലോകം തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്, സ്റ്റോക്ക് മാർക്കറ്റിനെ കൺട്രോളിൽ നിർത്തണമെന്ന്. അത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് പറ്റുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലെങ്കിൽ കോടതിയോ ഗവൺമെന്റോ ഒക്കെ ഇടപെട്ടത് ചെയ്യേണ്ടി വരും. 1992 സ്കാം നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ ഞാൻ ഇനി അതിനെപ്പറ്റി പറയുന്നില്ല. എന്നോട് താങ്കൾ ചോദിച്ച ആ മഹിള ചേർത്ത് വയ്ക്കലിനെ പറ്റി ആകാം. അപ്പൊ ഈ മഹിളകളെ ചേർത്ത് വയ്ക്കുന്നു എന്നുള്ളതിൽ തന്നെയും നെല്ലും പതിരും നമ്മൾ തിരിക്കണം. തീർച്ചയായിട്ടും മോദി ഗവൺമെന്റ് ഒരുപാട് അനൗൺസ്മെന്റ്സ് വനിതകൾക്ക് വേണ്ടി നടത്തിയിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല, തീർച്ചയായിട്ടും. പക്ഷേ അത് ഉദാഹരണത്തിന് ഇപ്പോൾ 10 കോടിയിലധികം പേർക്ക് പാചകവാതക ഗ്യാസും കുറ്റിയും കൂടി കൊടുക്കുക. പക്ഷെ അതിന് ശേഷമുള്ള ഒരു അവസ്ഥ ഒന്ന് ആലോചിക്കണം. അതായത് നമ്മൾ 2014 എനിക്ക് ഈ ബജറ്റ് ഒരു എന്താ പറയുക, ഒരു ഷോർട്ട്, അതായത് ഒരു ഇന്റേറിയം ബജറ്റ് ആയത് കാരണം കൊണ്ട് ഇതിനെ നമ്മൾ വെറുതെ ഇങ്ങനെ വിശകലനം ചെയ്ത് ക്രിട്ടിസൈസ് ചെയ്യുന്നതിലൊരു അർത്ഥവുമില്ലെന്ന് എനിക്കറിയാം. മോദി ഗവൺമെന്റ് വരുന്നെങ്കിൽ മോദി ഗവൺമെന്റ് വരട്ടെ, വേറൊരു ഗവൺമെന്റ് ആണെങ്കിൽ വരട്ടെ, അവർ വരുമ്പോൾ പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കേണ്ടി വരും. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ആ ബജറ്റിലേക്ക് അല്ലെങ്കിൽ ഈ വരുന്ന 3-4 മാസങ്ങളിലേക്കുള്ള ചെലവുകൾക്ക് വേണ്ടി കാര്യങ്ങൾ നിജപ്പെടുത്തുന്ന ഒരു അക്കൗണ്ട്, ഓട്ടോൺ അക്കൗണ്ട് മാത്രമാണ്. അപ്പൊ എങ്കിൽ പോലും അതിന്റെ പ്രാരംഭ അതായത് ഇൻട്രൊഡക്ഷനിൽ തന്നെ ശ്രീമതി എനിക്ക് നിർമ്മല സീതാരാമനോട് വലിയ ബഹുമാനമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അവർ ധനമന്ത്രി മാത്രമല്ല, അവർ നല്ല കുടുംബിനിയും കൂടിയാണ്. ഒരു നല്ല കുടുംബിനിക്ക് ഒരു നല്ല ധനമന്ത്രിയാകാൻ പറ്റും. സമ്പദ്ഘടനയെ കടക്കണിയിലേക്ക് കൊണ്ടുപോകാതെ ഗ്രോത്ത് പാത്തിലൂടെ വഹിച്ചു കൊണ്ടുപോകാൻ പറ്റും ഒരു നല്ല കുടുംബിനിക്കെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ എങ്കിൽ പോലും അവർ ആരുടെയെങ്കിലും പ്രഷർ കൊണ്ടായിരിക്കാം, എനിക്ക് തോന്നുന്നില്ല നിർമ്മല സീതാരാമൻ ആരെയെങ്കിലും ഇങ്ങനെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടേയിരിക്കുമെന്ന് എനിക്ക്. അതായത് 2014 വരെ ഇന്ത്യ നേടിയ നേട്ടങ്ങളെ വളരെ ശുഷ്കമായിട്ടാണ് ആ ഇൻട്രൊഡക്ടറി സ്പീച്ചിൽ ചില വാക്കുകളെ ഉപയോഗിച്ചിട്ടുള്ളൂ. അല്ലാതെ ഒരുപാട് അത് ശുഷ്കമാണ് മോശമാണെന്നൊന്നും അവർ പറഞ്ഞില്ല. പക്ഷെ അവർ പറഞ്ഞു വെച്ച ആ പദപ്രയോഗങ്ങളിൽ നിന്ന് നമുക്കറിയാം വളരെ ശുഷ്കമാണ് അതുവരെയുള്ള ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ, ഭരണാധികാരികളുടെ കോൺട്രിബ്യൂഷൻ. അപ്പം
നിഷേധിക്കുന്നത്. അപ്പോൾ അവർ നിഷേധിക്കുന്നത്, നിർമ്മല സീതാരാമൻ നിഷേധിക്കുന്നത് മിടുമിടുക്കനായിരുന്ന വാജ്പേയിയുടെ കാലത്തെ കൂടിയാണെന്ന് ഓർക്കണം. നല്ലൊരു ഭരണം കാഴ്ചവെച്ച ഒരു BJP ഗവൺമെന്റ് ആയിരുന്നു വാജ്പേയിയുടെ. അദ്ദേഹത്തിന്റെ കാലത്തെ നല്ല ഭരണപരിഷ്കാരങ്ങൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അദ്ദേഹത്തെ കൂടി നിന്ദിക്കരുത് എന്നാ എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഞാൻ പറയുന്നത് ഈ 2014 മുൻപ് ഉണ്ടായ നേട്ടങ്ങൾ, ആ നേട്ടങ്ങളില്ല. ഇപ്പൊ ഉദാഹരണത്തിന് എൻ്റെ തൊട്ടു മുൻപ് സംസാരിച്ച സുഹൃത്ത് ഈ ഡയറക്റ്റ് പേയ്മെന്റിനെ പറ്റി പറഞ്ഞു. പക്ഷെ ആ ഡയറക്റ്റ് പേയ്മെന്റിനുള്ള സാധ്യത ഒരുക്കിയത് ആരാണ്? ആധാർ കൊണ്ടുവന്നത് ആരാണ്? പോപ്പുലേഷൻ രജിസ്ട്രി കൊണ്ടുവന്നത് ആരാണ്? അതൊക്കെ UPA ഗവൺമെന്റാ. അപ്പൊ UPA ഗവൺമെന്റ് അന്ന് രാജീവ് ഗാന്ധി പറഞ്ഞതുപോലെ 1 രൂപ ചെലവാക്കിയ 18 പൈസയെ ജനങ്ങളിൽ എത്തുന്നുള്ളൂ എന്നതുകൊണ്ട് നൊമ്പരപ്പെട്ടതുകൊണ്ടല്ലേ രാജീവ് ഗാന്ധി അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവരാൻ നന്ദൻ നീലേക്കനിയെയും എക്സ്പെർട്സിനെയും ഏർപ്പെടുത്തുകയും അങ്ങനെ ഒരു ആധാർ സിസ്റ്റം കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ ഒരു സമഗ്രമായ മാറ്റമായിരുന്നു ഇന്ത്യൻ ഇക്കോണമിയുടെ ഡിജിറ്റൽ യുഗത്തിലേക്ക് ഈ ആധാറും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും ഒക്കെ കൊണ്ടുവന്നത്. ഡയറക്റ്റ് പേയ്മെന്റ് നടത്താൻ വേണ്ടി തന്നെ ഇങ്ങനെ പൈസ നഷ്ടപ്പെടരുതെന്ന്, 1 രൂപ കൊടുത്താൽ അത് കിട്ടേണ്ട ആളുടെ കയ്യിൽ എത്തണം എന്ന് വിചാരിച്ചാണ് അങ്ങനെ ഒരു സിസ്റ്റം കൊണ്ടുവന്നത്. അപ്പൊ അതൊക്കെ അങ്ങ് മറന്നു കളഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ ഈ ഒരു ഉപകരണം കിട്ടി അത് കയ്യിലെത്തിച്ചു എന്നുള്ളതാണ്. അപ്പൊ അതൊരു മീഡിയമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളത് ശരിയാണ്, വേണമെങ്കിൽ ഉപയോഗിക്കാതിരിക്കാമായിരുന്നു. അപ്പൊ അങ്ങനെ അതിന് എല്ലാ സമസ്ത സൗകര്യങ്ങളും ഒരുക്കിയ ഒരു ഗവൺമെന്റിനെ മറന്നു കളഞ്ഞുകൊണ്ട് ഇതൊക്കെ ഞങ്ങളുടെ മാത്രം നേട്ടമാണ് എന്ന് പറയുന്നത് ഒരിക്കലും ഔചിത്യപൂർവ്വം. ഇതുപോലെ തന്നെ അപ്പോൾ ഈ 10 കോടിയിലധികം പേർക്ക് പാചക ഗ്യാസ് കൊടുത്തു എന്ന് പറഞ്ഞു. എനിക്ക് ഒരു ചോദ്യമേ ചോദിക്കാനുള്ളൂ. അന്ന് 2014 എന്തായിരുന്നു ഒരു കുറ്റി ഗ്യാസിന്റെ വില? വെറും 434 രൂപ. ഞാനൊരു ഹൗസ് വൈഫാണല്ലോ. പക്ഷേ ഇന്ന് എത്രയാണ്? 960 രൂപ. അപ്പോൾ വനിതകളെ അത്രയധികം ചേർത്ത് പിടിക്കുന്ന ഒരു ആളാണ് ധനമന്ത്രിയെങ്കിൽ അല്ലെങ്കിൽ BJP ഗവൺമെന്റ് എങ്കിൽ ഇത്രയധികം അതിനെപ്പറ്റി തന്നെ ഒരു അരമണിക്കൂർ സംസാരിക്കാനുണ്ട്. ഇന്ധന വിലയും ഈ പാചക ഗ്യാസ് വിലയും, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പൊ ഇതൊരു നിഷേധമാണ്. സ്ത്രീകളെ നിഷേധിക്കലല്ല, അവരുടെ കഷ്ടപ്പാടുകൾ കാണുന്നില്ല. അതാ പുകയൂതി എന്താണ് പറയുക, സാധനങ്ങളൊക്കെ കത്തിച്ച് അങ്ങനെ കഷ്ടപ്പെടുന്ന സ്ത്രീകളെ യഥാർത്ഥത്തിൽ സഹായിക്കാനാണെങ്കിൽ പാചക ഗ്യാസിന്റെ വില പിടിച്ചു നിർത്തണം. അതിന് അതായത് നമ്മുടെ പെട്രോളിയം ആൻഡ് ഗ്യാസ് എന്താണ് ബോർഡിന്റെ അവരുടെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്, പെട്രോളിയം മന്ത്രാലയത്തിന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് മജോറിറ്റി സ്റ്റേക്ക് ഉണ്ട് ഇപ്പോഴും ഇവിടുത്തെ ഓയിൽ പ്രൊഡക്ഷനില്, ഓയിൽ റിഫൈൻമെന്റില്, ഗ്യാസ് പ്രൊഡക്ഷനില്, അതിലൊക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ വില പിടിച്ചു നിർത്തണം എന്ന് വിചാരിച്ചാൽ ആരും കൈക്ക് പിടിക്കില്ല. ഗവൺമെന്റിന് അത് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഗവൺമെന്റ് ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗവൺമെന്റിന് അത്രയേ ചേർത്ത് നിർത്താൻ താല്പര്യമുള്ളൂ. ടീച്ചറെ, രണ്ട് ഗസ്റ്റുകൾ കൂടി ഉണ്ട്, എനിക്ക് അവരിലേക്ക് കൂടി ഒന്ന് പോകേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചെയ്യുന്നത് ഞാൻ ടീച്ചറിലേക്ക് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. പ്രൊഫസർ റോണി, കോൺഗ്രസിന്റെ കാഴ്ചപ്പാട് എന്താണ് ഈ ഇടക്കാല ബജറ്റിൽ? നമുക്കറിയാം, സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തില് ഇതിനു മുമ്പ് ഇടക്കാല ബജറ്റുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ 2024 ഈ ഇടക്കാല ബജറ്റിനെ, ഇന്ത്യൻ ബജറ്റിനെ രേഖപ്പെടുത്താൻ പോകുന്നത് യാതൊരു വിധത്തിലുള്ള പദ്ധതി നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ ജനക്ഷേമത്തിന് ഉതകുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ പ്രധാനമന്ത്രി പറയുന്ന ചേർത്ത് നിർത്തേണ്ടവർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന് യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും നൽകാതെ പോകുന്ന ഒരു ഇന്ത്യൻ ബജറ്റ്. ഇപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, തെരഞ്ഞെടുപ്പിന് മുൻപേ ഒരു 3-4 മാസത്തേക്കുള്ള ഇന്ത്യൻ ബജറ്റിൽ ഇങ്ങനെ പദ്ധതികൾ പ്രഖ്യാപിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം 2019 ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. 2019 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. അന്ന് അവതരിപ്പിച്ച ബജറ്റില് എത്രയോ വലിയ പദ്ധതികളായിരുന്നു, എത്രയോ വലിയ വാഗ്ദാനങ്ങളായിരുന്നു പിന്നെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചത്. ആ വാഗ്ദാനങ്ങൾ എന്തുകൊണ്ട് 2024 വരുമ്പോൾ ഉണ്ടാകുന്നില്ല? അപ്പോൾ അവിടെ കോൺഗ്രസിന് വളരെ വ്യക്തമായി പറയുവാനുള്ളത്, കോൺഗ്രസിന്റെ നിലപാട് എന്ന് പറയുന്നത് മോദി ഭരണകൂടം അവകാശപ്പെടുന്നത് പോലെ ഒരു പ്രസന്റ് ഒരു ഹെൽത്തി കണ്ടീഷനിലല്ല നമ്മുടെ സമ്പദ് വ്യവസ്ഥ എന്നതാണ്. അതിനകത്ത് തന്നെ ഒന്നാമത് തന്നെ നമുക്കറിയാം, ഒരു ഇക്കോണമിയുടെ, ഒരു സമ്പദ് വ്യവസ്ഥയുടെ പെർഫോമൻസ് നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴാണ്? നേരത്തെയൊക്കെ ബജറ്റിന്റെ തലേദിവസം എക്കണോമിക് റിവ്യൂ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. എന്താണ് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നിലവിലുള്ള അവസ്ഥ?
പക്ഷെ ഇപ്പോൾ ഈ മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം അങ്ങനെ ഒരു എക്കണോമിക് സർവേ റിപ്പോർട്ട് നമുക്കില്ല. നമുക്ക് ആർക്കും അറിയില്ല എന്താണ് സമ്പദ് വ്യവസ്ഥയുടെ അല്ലെങ്കിൽ അത് എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നതിനെ കുറിച്ച്. പിന്നീട് നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നത് GDP, ഗവൺമെന്റ് തന്നെ പറയുന്ന GDP, ഗ്രോസ് ഡൊമസ്റ്റിക് GDPയുടെ പെർഫോമൻസ്. നമുക്കറിയാം 2014 മോദി ഗവൺമെന്റ് വന്നതിന് ശേഷം GDP ഇൻഡിക്കേറ്റേഴ്സ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലൊക്കെ മാറ്റങ്ങൾ വരുത്തി. അവരിപ്പോൾ പറയുന്നത് ഈ ഇന്ത്യ ഗവൺമെന്റ് പറയുന്ന GDP കണക്കും അന്തർദേശീയ ഏജൻസികൾ പറയുന്ന GDP കണക്കും വ്യത്യാസമുണ്ട്. അപ്പോൾ മോദി ഗവൺമെന്റ് എന്താ പറയുന്നത് അറിയാമോ? അത് ഡോളർ ടേംസിലാണ്, ഇന്റർനാഷണൽ ലെവലിലുള്ള ഡോളർ ടേംസിലാണ്. ഇന്ത്യയിലുള്ളത് അത് റുപ്പി ടേംസിലാണ്. അതുകൊണ്ട് കറന്റ് ഇയറിൽ 7.3% കേന്ദ്ര ഗവൺമെന്റ് പ്രതീക്ഷിക്കുന്ന സാമ്പത്തിക വളർച്ച. പക്ഷെ അന്തർദേശീയ ഏജൻസികൾ പറയുന്നു അത് 6% മുകളിലേക്ക് പോകുന്നില്ല. പക്ഷെ ഞാൻ വളരെ കൃത്യമായി പറയട്ടെ, ഇന്ന് നമ്മുടെ ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ആ ബജറ്റ്, ആ ഡോക്യുമെന്റിൽ അതിന്റെ പേജ് 4 പരിശോധിക്കാം. ആ പേജ് 4 വളരെ കൃത്യമായി തന്നെ ഡോളർ ടേംസിലുള്ള GDP ഗ്രോത്ത് അവിടെ കാണിച്ചിട്ടുണ്ട്. അവിടെ വളരെ കൃത്യമായി നമുക്ക് കാണാം 2021-22 നിന്നും വലിയ രീതിയിലുള്ള ഒരു താഴോട്ട് പോക്കാണ് GDP ഗ്രോത്തിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്താ, മോദി ഗവൺമെന്റ് അവകാശപ്പെടുന്നത് പോലെ, ധനകാര്യ മന്ത്രാലയം അവകാശപ്പെടുന്നത് പോലെ ഒരു സാമ്പത്തികമായി ഒരു വളർച്ചയുടെ പാതയിലാണോ ഇന്ത്യ? 2025 പറയുന്നു നമ്മൾ 5 ട്രില്യൺ US, അല്ലെങ്കിൽ 2030 പറയുന്നു 5 ട്രില്യൺ ഈ പറയുന്ന ഇതിലേക്ക് നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരാൻ പോകുന്നു. 2050 ആകുമ്പോൾ 10 ട്രില്യൺ ഈ ഡോളർ ഇതിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥ വളരാൻ പോകുന്നു. അങ്ങനെ ഒരു പാത്തിലേക്കാണോ നമ്മൾ പോകുന്നത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ വർഷം തന്നെ 3.07 ട്രില്യൺ ഈ പറയുന്ന വളർച്ച പ്രതീക്ഷിച്ചെങ്കിൽ നമുക്കുള്ളത് 2.96 ആണ്. നമ്മൾ വേറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഞാൻ ബജറ്റ് ഡോക്യുമെന്റിൽ തന്നെയാണ് പറയുന്നത്, അല്ലാണ്ട് ലാസ്റ്റുമായിട്ടല്ല പറയുന്നത്. ആ ബജറ്റിലെ വരവ് കണക്കുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 28% വരവ് എന്ന് പറയുന്നത് ബോറോവിങ്സ് ആണ്, കടമെടുക്കലാണ്. 20% ചെലവ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് പേയ്മെന്റിനാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ സാമ്പത്തിക രംഗത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്, നമ്മൾ ഇപ്പോഴും വരവിന്റെ 4/1 എന്ന് പറയുന്നത് കടമെടുത്തുകൊണ്ടാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോകുന്നത്. ചെലവിന്റെ 20% എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ ഈ പറയുന്ന ഈ പേയ്മെന്റുകൾ. വീണ്ടും ആ ബജറ്റ് ഡോക്യുമെന്റ് തന്നെയാണ് കാര്യം പറഞ്ഞോട്ടെ, നികുതി പിരിവിന്റെ കാര്യം പറയുന്നുണ്ട്. 21 ലക്ഷം കോടിയാണ് നമുക്ക് നികുതിയായി തിരിഞ്ഞു കിട്ടുവാനുള്ളത്. അതിൽ 10 ലക്ഷം കോടി എന്ന് പറയുന്നത് നോൺ ഡിസ്പ്യൂട്ടബിൾ ആണ്, തർക്കമില്ലാത്തതാണ്. 21 ലക്ഷത്തിൽ 11 ലക്ഷം ചിലപ്പോൾ കേസിൽ കിടക്കുന്നതാവാം. പക്ഷെ 10 ലക്ഷം കോടി എന്ന് പറയുന്നത് പിരിഞ്ഞു കിട്ടുവാനുള്ള നികുതിയാണ്. അപ്പോൾ അതൊക്കെയാണോ ഒരു സമ്പദ് വ്യവസ്ഥയുടെ ഒരു നല്ല ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്? അപ്പോൾ ഒരു സാമ്പത്തിക മാന്ദ്യത്തിലൂടെയാണ് നമ്മുടെ രാജ്യം ഇത് കടന്നു പോകുന്നത് എന്ന യാഥാർത്ഥ്യം നമുക്ക് അംഗീകരിക്കേണ്ടതുണ്ട്. ആ യാഥാർത്ഥ്യം മൂടി വെക്കുന്നതിന് വേണ്ടിയാണ് എന്താണ് പുതിയ പദ്ധതി നിർദ്ദേശം. കാരണം പുതിയ പദ്ധതി നിർദ്ദേശങ്ങൾ, പുതിയ പ്രപ്പോസൽസ്, പുതിയ ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ അതിന് എവിടെ നിന്ന് ഫണ്ട് എന്ന് പറയുന്ന ഒരു സ്വാഭാവിക ചോദ്യം വരും. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഈ ബജറ്റില് റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് കാരണം ഏറ്റവും അധികം പ്രധാനമന്ത്രി വാചാലനാകുന്നത് ഗ്രാമങ്ങളുടെ വളർച്ച. ഇന്ത്യയുടെ 60-70% ഇപ്പോഴും ഗ്രാമങ്ങളിലാണ്. എത്രയാണ് ഈ പറയുന്ന ഗ്രാമീണ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത്? 1.77%. കാർഷിക മേഖലയ്ക്ക് വേണ്ടി പ്രധാനമന്ത്രി ഒരുപാട് സംസാരിക്കുന്നുണ്ട്. കർഷകർക്ക് വേണ്ടി എത്രയാണ് മാറ്റിവെച്ചത്? 2.78%. ഞാൻ വീണ്ടും ഒരു കാര്യം ഇവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. ഇവിടെ എനിക്ക് മുമ്പേ സംസാരിച്ച മേരി ടീച്ചർ മുമ്പേ സംസാരിച്ച സാമ്പത്തിക വിദഗ്ധന് അദ്ദേഹം പറഞ്ഞു 2 ലക്ഷം കോടിയാണ് ഈ പറയുന്ന കർഷകരുടെ ഉൾപ്പെടെയുള്ള അക്കൗണ്ടുകളിലേക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ ആയി വന്നിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചുകൊള്ളട്ടെ, ഇന്ധന സെസ് ഇനത്തിൽ തന്നെ, ഇന്ധന നികുതി ഇനത്തിൽ തന്നെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക് വന്നത് എത്രയാണെന്നറിയോ? 27 ലക്ഷം കോടി രൂപയാണ്. മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിൽ 1.5 ലക്ഷം കോടി സബ്സിഡി ആയിട്ട് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയെങ്കിൽ നികുതിയായി നിങ്ങൾ 1 രൂപ പോലും സബ്സിഡി നൽകുന്നില്ല എന്ന് മാത്രമല്ല നികുതിയായി ഈ പറയുന്ന പിന്നെ ഈ സർക്കാരിന്റെ അക്കൗണ്ടിലേക്ക് ഒന്ന് 27 ലക്ഷം. ആ 27 ലക്ഷത്തിലാണ് നിങ്ങൾ 2 ലക്ഷം രൂപയുടെ 2 ലക്ഷം കോടിയുടെ കണക്ക് പറയുന്നത് ജനങ്ങളുടെ പിന്നെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയുന്നത്. ഇവിടെ തന്നെ നേരിട്ട് വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, സ്ത്രീകളെ ചേർത്ത് നിർത്താൻ ഒരു കാര്യം കൂടി കണക്കൂടി എന്നെ പറയാൻ അനുവദിക്കണം. ഇന്നലെയാണ് പിന്നെ ഒരു വിദേശ ഏജൻസി നടത്തിയ പഠനം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് തള്ളാൻ വരട്ടെ, കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ അവരുടെ ആവശ്യപ്രകാരമാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ ആവശ്യപ്രകാരമാണ് ആ പഠനം നടത്തിയത്. ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സയൻസ് ആണ്. അവരുടെ ദേശീയ കുടുംബാരോഗ്യ സർവേ റിപ്പോർട്ട് ഇന്നത്തെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. അത് പരിശോധിക്കണം. എന്താണ് 2000 അല്ലെങ്കിൽ മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന 10 വർഷവും മോദി ഭരണകൂടത്തിന്റെ 10 വർഷം നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് 8-10 ഇൻഡിക്കേറ്റേഴ്സ് വെച്ചുകൊണ്ട് പറയുകയാണ് ആരോഗ്യ സൂചികളിൽ എന്താണ് മൻമോഹൻ സിംഗിന്റെ കാലഘട്ടത്തിലാണ് ഏറ്റവും നല്ല പെർഫോമൻസ് ഉണ്ടായിരിക്കുന്നത്.
അതിനുശേഷം 2014 മുതൽ 24 വരുമ്പോൾ ആ പെർഫോമൻസിൽ വലിയ കുറവ് വന്നിരിക്കുന്നു. ഒരു കാര്യം മാത്രം, ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം അതിലെ ഇൻഡിക്കേറ്റേഴ്സ്. നമ്മൾ സ്ത്രീകളുടെ കാര്യം, സ്ത്രീകളെ ചേർത്ത് നിർത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം പറയുക. ഒന്ന്, 5 വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളുടെ മരണനിരക്ക് മൻമോഹൻ സിംഗിന്റെ കാലത്ത് 3.24% ആയിരുന്നെങ്കിൽ എന്താണ് അത് 3.20% ഇപ്പോഴത്തേത്. ഒരു വൃത്തിയുള്ള കക്കൂസുകളുടെ കാര്യം അത് 5.75% ആയിരുന്നു ഈ പറയുന്ന മൻമോഹൻ സിംഗിന്റെ കാലത്തെ ഗ്രോത്ത് എങ്കിൽ ഇത് ഇപ്പോൾ 6.35. അപ്പോൾ എന്താ ഒരു വലിയ ഈ പറയുന്ന രീതിയിലേക്ക് ഒരു വലിയ, അതുപോലെ തന്നെ ആരോഗ്യകരമായ പ്രസവം 9.93 ഗ്രോത്ത് ആയിരുന്നു മൻമോഹൻ സിംഗിന്റെ കാലത്തുണ്ടായിരുന്നെങ്കിൽ ഇന്നത് 2.02. ഇവൻ നെഗറ്റീവ് ഗ്രോത്ത് ഉണ്ട്. എവിടെയെന്നറിയോ? അമ്മയുടെ പ്രസവാനന്തര ചികിത്സ ഉറപ്പാക്കുന്നതിൽ മൻമോഹൻ സിംഗിന്റെ കാലത്ത് 2% ആണെങ്കിൽ ഇന്നത് നെഗറ്റീവ് -2.2% ആയിരുന്നു. അപ്പോൾ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സിൽ അപ്പോൾ 25 കോടി ആളുകളെ ദാരിദ്ര്യരേഖയുടെ മുകളിലേക്ക് എത്തിച്ചു എന്ന് ധനകാര്യമന്ത്രി പറയുന്നതിനകത്ത് ഞങ്ങൾക്ക് വലിയ സംശയങ്ങളുണ്ട് ആ കണക്കുകളില്. കാരണം ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെയോ 2 നേരത്തെ ഭക്ഷണം കഴിക്കുന്നത് മാത്രമല്ല ദാരിദ്ര്യത്തിന്റെ നമ്മൾ അതിന്റെ ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ഉണ്ട്, HDI. ഇന്ത്യ ഉൾപ്പെടെ അത് അംഗീകരിച്ചിട്ടുള്ളതാണ് മനുഷ്യ വിഭവശേഷി. ആ മനുഷ്യ വിഭവശേഷിയിൽ 2014 ശേഷമുള്ള 10 വർഷങ്ങളിൽ നമ്മൾ മുന്നോട്ടാണോ പിന്നോട്ടാണോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ. ഒരു കാര്യം വളരെ ഞാൻ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തോളാം. നമ്മൾ നേരിടുന്ന 2 ഗുരുതരമായ പ്രതിസന്ധികൾ അത് നമുക്ക് അംഗീകരിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഒന്ന് എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ ഗ്രോത്ത് റേറ്റ്, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ഗ്രോത്ത് റേറ്റിലേക്ക് നമ്മുടെ രാജ്യം പോകുന്നില്ല. 2, എന്തുകൊണ്ടാണ് ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്താതിരുന്നത്? അതെന്താ സർക്കാരിന്റെ ആത്മവിശ്വാസം കൊണ്ടാണോ, അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം നടത്തിയില്ലെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ BJP ജയിക്കുമെന്ന് ആത്മവിശ്വാസമാണോ? അല്ല, ധനക്കമ്മി നമുക്കറിയാം. കാരണം വലിയ ഭീകരമായ രീതിയിൽ എന്ത് ചെയ്തിരിക്കുന്നു, ധനക്കമ്മിയാണ് ഇന്ന്. കാരണം എന്താണെന്നറിയോ? 2022-23 കണക്ക് പ്രകാരം 5.8. അത് ഇന്ന് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ ബഡ്ജറ്റ് ഡോക്യുമെന്റിൽ പ്രസംഗത്തിൽ സമ്മതിച്ചിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ ഈ പറയുന്ന റവന്യൂ അല്ലെങ്കിൽ കമ്മി എന്ന് പറയുന്നത് GDPയുടെ 5.9% ആണ്. നമ്മൾ പറയുന്നത് എന്താണെന്നറിയോ? ഇവിടെ 2002 ബഹുമാനപ്പെട്ട AB വാജ്പേയി സർക്കാർ ആ ഗവൺമെന്റ് കൊണ്ടുവന്നതാണ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെന്റ് ആക്ട്. അതിൽ 3% പറയുമ്പോഴാണ് കഴിഞ്ഞ 10 വർഷത്തിൽ ഒരിക്കൽ പോലും നമുക്ക് ആ ഒരു ലെവലിലേക്ക് ഇത് കുറച്ചു കൊണ്ടുവരുവാൻ കഴിഞ്ഞിട്ടില്ല. ഈ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് നമ്മുടെ ഇക്കോണമി ഒരു ഹെൽത്തി സ്റ്റേറ്റ് ഓഫ് അഫയേഴ്സിലൂടെ അല്ല മുന്നോട്ട് പോകുന്നത് എന്നാണ്. അതാണ് നമ്മുടെ അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കാൻ വേണ്ടി നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഹെവി ഇൻവെസ്റ്റ്മെന്റ് വേണം അൺഎംപ്ലോയ്മെന്റ് കുറയ്ക്കണമെങ്കിൽ. ഇവിടെ ഏറ്റവും അധികം ഈ പറഞ്ഞ മോദി ഗവൺമെന്റ് അഭിമാനിക്കുന്ന ആണ് ഈ പറഞ്ഞ റോഡുകൾ, ഇൻഫ്രാസ്ട്രക്ചർ, ഹൈവേകൾ. അതിനുവേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത് എത്രയെന്നറിയോ? വെറും 2.78% മാത്രമേ ഉള്ളൂ ബഡ്ജറ്റിന്റെ. ഈ 2.78% കൊണ്ട് എന്ത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവന്ന് എന്ത് ഈ പറഞ്ഞ എംപ്ലോയ്മെന്റ് ജനറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് കഴിയും? ഇപ്പോഴും നമ്മുടെ രാജ്യം നേരിടുന്നത് 10 കോടി ആളുകൾക്ക് മുകളിൽ ഇന്നും നമ്മൾ അൺഎംപ്ലോയ്മെന്റ് റേറ്റിലൂടെ കടന്നു പോകുന്നു, പോവർട്ടിയിലൂടെ കടന്നു പോകുന്നു. ആ ഇഷ്യൂസ് ജെന്യുവിനായിട്ട് അഡ്രസ് ചെയ്യുവാനായിട്ട് ഈ ബജറ്റിന് കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞ 10 വർഷത്തെ സാമ്പത്തിക രംഗത്തുള്ള നയപരമായ പാളിച്ചകളാണ് എന്നതാണ് കോൺഗ്രസിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട്. അഡ്വക്കേറ്റ് ബലദേവ്, ഞാനിത് ഒരു ഇടവേള എടുത്ത് ഉടൻ താങ്കളിലേക്ക് വരാം. ഇടവേള. അഡ്വക്കേറ്റ് ബലദേവ, ഞാൻ ചോദ്യങ്ങൾ കൂടുതൽ ഉന്നയിക്കുന്നില്ല. യോജിക്കുന്ന മേഖലകളും ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടാം, വിയോജിപ്പിൻ്റെ മേഖലകളും താങ്കൾക്ക് ചൂണ്ടിക്കാട്ടാം. പ്ലീസ്. എന്തായാലും വളരെ ചുരുക്കി തന്നെ ഞാനും പറയാം. ബഹുമാനപ്പെട്ട ടീച്ചർ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. 47.66 ലക്ഷം കോടി രൂപയുടെ ഒരു ബജറ്റാണ് അവതരിപ്പിച്ചത്. ഇതിനകത്ത് 2 കാര്യങ്ങൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ ധനക്കമ്മി 5.1% കുറയ്ക്കാനുള്ള ഒരു തീരുമാനം നടപ്പിലാവുകയാണെങ്കിൽ നല്ലതാണ്. കാരണം ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കൂടാനുള്ള സാധ്യതയും അന്തർദേശീയ തലത്തിലുള്ള റേറ്റിംഗുകൾ കൂടാനും സാധ്യതയുണ്ട് ഈ രീതിയിലേക്ക് കുറയുകയാണെങ്കിൽ. മറ്റൊന്ന്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, റോഡ്, ട്രെയിന്, വ്യോമഗതാഗതം അത്യാവശ്യമാണ്. അതിനും നല്ല ഊന്നൽ നൽകിയിട്ടുണ്ട്. പക്ഷേ പ്രധാനമായിട്ട് ഞാൻ വിയോജിക്കുന്ന 2-3 കാര്യങ്ങളിലാണ്. ഒന്ന്, ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ അത്രയും ജനസംഖ്യ ചൈനയിലുണ്ടെങ്കിലും യൂത്ത് റേറ്റ് ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യയാണ്. 20-35 വയസ്സിനും ഇടയ്ക്കുള്ളത്. ഇവിടെ അൺഎംപ്ലോയ്മെന്റ് ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അൺഎംപ്ലോയ്മെന്റ് ഞങ്ങൾ പരിഹരിക്കുമെന്ന് പറയുന്നല്ലാതെ എങ്ങനെ പരിഹരിക്കും? അൺഎംപ്ലോയ്മെന്റ് പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് പ്രധാനമായി വ്യവസായവൽക്കരണമാണ്. ഇവിടെ ഉള്ള വ്യവസായങ്ങൾ കേന്ദ്രത്തിന്റെ മഹാരത്ന നഗരരത്ന കമ്പനികൾ പോലും സ്വകാര്യ മേഖലയിലേക്ക് പോകുന്നു. ഉള്ള തൊഴിലവസരങ്ങൾ കുറഞ്ഞു വരും. കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാർ ഏകദേശം 55 ലക്ഷമാണ്. അവിടെ 8 ലക്ഷം പേരെ നികത്താതെ കിടക്കുന്നുവെന്ന് പാർലമെന്റിൽ തന്നെ ചോദ്യത്തിന് ഉത്തരവായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവരുടെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിന്
യുവാക്കൾ നേരിടുന്ന ഏറ്റവും വലിയ നീറുന്ന പ്രശ്നമായ തൊഴിൽ, ആ പ്രശ്നത്തിന് ശക്തമായ ഒരു നയപരിപാടി ഇതിനകത്ത് കാണുന്നില്ല. രണ്ടാമത് നമുക്കറിയാം, ഡൽഹി കണ്ട ഏറ്റവും വലിയ സമരം കാർഷിക സമരം. ഈ കാർഷിക സമരത്തിൽ അവർ ഉന്നയിച്ച പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അന്ന് പരിഹരിക്കാമെന്ന് പറഞ്ഞ് നാളിതുവരെ ഒന്നും നടപ്പിലായിട്ടില്ല. അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മിതമായ ഒരു വില നൽകുക, അതുപോലെ രാസവളങ്ങൾക്ക് സബ്സിഡി നൽകുക, ഈ ഉൽപ്പന്നങ്ങൾ സംഭരിക്കാനുള്ള വ്യവസ്ഥകൾ നൽകുക, അതിനൊന്നും വ്യക്തമായ നടപടികളൊന്നും ഈ ബജറ്റിനകത്ത് വ്യക്തമായ രീതി കാണുന്നില്ല. പിന്നെ മത്സ്യ കയറ്റുമതി ഞങ്ങൾ 60% കൂട്ടുമെന്ന് പറഞ്ഞു. ഇവിടെ എന്റെ ജില്ല കൊല്ലം ജില്ലയാണ്, ഏറ്റവും വലിയ പോർട്ട് നീണ്ടകരയുണ്ട്. ഇവിടെ ബോട്ടുകൾ പോയിട്ട് വന്നാൽ എണ്ണക്കടമാണ്. കാര്യമെന്താ? വിദേശ കപ്പലുകൾക്ക് യഥേഷ്ടം നമ്മുടെ ഏരിയയിൽ ട്രോളിംഗ് നടത്താൻ അനുവാദം കൊടുത്തു. അപ്പോൾ എണ്ണക്കടമായിട്ട് ഈ കപ്പലുകൾ തിരിച്ചു വരുന്നു, ബോട്ടുകൾ തിരിച്ചു വരും. അപ്പോൾ എങ്ങനെയാണ് ഈ മത്സ്യ കയറ്റുമതി കൂട്ടുമെന്ന് പറയുന്നത്? പിന്നെ എനിക്ക് മുമ്പ് സംസാരിച്ച, ടീച്ചർക്ക് മുമ്പ് സംസാരിച്ച ഒരു സാമ്പത്തിക പറഞ്ഞൊരു പ്രധാന കാര്യം, ഇവിടെ നോട്ടടിക്കാതെയാണ് ഇത് നികത്തുന്നതെന്ന്. ഞാൻ സാമ്പത്തിക വിദഗ്ധരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കാരണം ഫിസ്ക്കൽ ഡെഫിസിറ്റ് വരുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് നോട്ടടിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് അത് പറ്റില്ല. 2016 നോട്ട് നിരോധിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ടീച്ചർക്ക് എന്നെക്കാൾ നല്ലപോലെ കണക്കറിയാം. 16.25 ലക്ഷം കോടിയായിരുന്നു 1947 മുതൽ 2016 വരെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നോട്ട്. 2021 മാർച്ചിൽ അത് 30 ലക്ഷം കോടിയായിട്ട് മാറി. പിന്നെ കണക്ക് പുറത്തുവിട്ടിട്ടില്ല. അതായത് 5 വർഷം കൊണ്ട് 16 ലക്ഷം കോടിയിൽ നിന്ന് 30 ലക്ഷം കോടി, 14 ലക്ഷം കോടി രൂപ അധികം അടിച്ച ഒരു ഗവൺമെന്റ് ഇത്. അതാണ് ഈ നാണയത്തിനുണ്ടാകുന്ന വ്യത്യാസം. നമ്മളിപ്പോൾ ഒരു ഡോളറിന് 86 രൂപയായി. എങ്ങനെയാണ് ഇത്രയും കോടി രൂപ നോട്ടടിച്ചത്? ആ സാമ്പത്തിക പറഞ്ഞ് ഇവിടെ നോട്ടടിക്കുന്നില്ലെന്ന് കൃത്യമായ കണക്ക് എന്റെ കയ്യിലോട്ട് ഞാൻ അയച്ചു തരാം. 2021 ശേഷം എത്ര ലക്ഷം കോടി അടിച്ചെന്നുള്ളതിന്റെ കണക്ക് പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇത് നോട്ടടിച്ചും നമ്മുടെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ചെയ്തും പുതിയ വ്യവസായങ്ങളൊന്നും തന്നെ തുടങ്ങാതെ, പിന്നെ ഇവിടെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾക്ക് ഈ 10 വർഷമായിട്ട് ഞങ്ങൾ കോൺഗ്രസ് ഗവൺമെന്റ്, പഴയ UPA ഗവൺമെന്റ് ചെയ്യാത്ത പലതും നിങ്ങൾ ചെയ്തു. നിങ്ങൾക്ക് നെഞ്ചിൽ തൊട്ടുകൊണ്ട് BJPയുടെ ഒരു നേതാവിന് പറയാമോ, ഈ 10 വർഷം കൊണ്ട് ഇന്ത്യയിൽ ഇന്ന വ്യവസായ സ്ഥാപനം 1000 പേർക്ക് തൊഴിലാളിക്കുന്ന വ്യവസായ സ്ഥാപനം ഞങ്ങൾ തുടങ്ങിയില്ല. നിങ്ങൾ ക്ഷേത്രം പണിയുന്നു. ഇപ്പോൾ കൊണ്ടുവന്ന ബജറ്റിൽ പ്രചരിക്കുന്നത് എന്താ? മതപരമായ ചില കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്നു. അതുപോലെ തന്നെ ലക്ഷദ്വീപ് നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നു. കാശ്മീർ ടാർഗറ്റ് ചെയ്തതുപോലെ ഇപ്പോൾ പുതിയതായിട്ട് ടാർഗറ്റ് ചെയ്യുന്ന മതന്യൂനപക്ഷങ്ങളുള്ള ഏറിയാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. സ്ത്രീകളുടെ നാരീശക്തിയെ കുറിച്ച് പറഞ്ഞു. ഈ വർഷത്തെ ബജറ്റിൽ വെച്ചിരിക്കുന്നത് സ്വയം തൊഴിലുറപ്പിൽ 86,000 കോടി രൂപയാണ്. സാങ്കേതികമായിട്ട് നിങ്ങൾ കൂട്ടിയെന്ന് പറയാൻ കാരണം 23-ൽ 60,000 കോടിയായിരുന്നു. പക്ഷേ ഒരു വർഷം കൂടെ പുറകോട്ട് വേണം. 22-ൽ 90,806 കോടി രൂപയായിരുന്നു. അപ്പോൾ 2022-ൽ കൊടുത്ത അത്രയും തൊഴിൽ ദിനങ്ങൾ നൽകണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 1 ലക്ഷം കോടി രൂപയിൽ കൂടുതൽ വേണം. അപ്പോൾ അതനുസരിച്ച് പിന്നെ എവിടെയാണ് സ്ത്രീകളെ കൂടെ നിർത്തുന്നത്? പിന്നെ ടീച്ചർ പറഞ്ഞു ഒരു കാര്യം കൂടി ഞാനെന്ന് പറയുന്നു. ഈ 400 രൂപയ്ക്ക് നമ്മൾ ഗ്യാസ് വാങ്ങിക്കുമ്പോൾ അന്തർദേശീയ വിപണിയിൽ 117 രൂപ വരെ ക്രൂഡ് ഓയിലിന് ബാരലിന് കൂടി. ഇപ്പോൾ ഇന്നലത്തെ വിപണിയിലെ വില വെറും 80 രൂപയാണ്. ആ ക്രൂഡ് ഓയിലിനായിട്ട് 1/3 വില കുറഞ്ഞപ്പോൾ ഇത്രയും കൂടുതൽ ഗ്യാസിന് ഉന്നതമായ വില വാങ്ങുന്നു. അപ്പോൾ അങ്ങനെ ലക്ഷക്കണക്കിന് കോടി രൂപ ഗവൺമെന്റ് ഖജനാവിലേക്ക് വരുന്നു, നോട്ടടിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ വിദേശ കടം 2014-ൽ 60 ലക്ഷം കോടിയായിരുന്നു. ഇപ്പോൾ 169.7 ലക്ഷം കോടിയാണ് 2004 മാർച്ച് ആവുമ്പോൾ പുതിയ വന്നിട്ട് മാർച്ച് മാസം ആയില്ല. ഇപ്പോൾ ഏകദേശം 4 ഇരട്ടിയിൽ കൂടുതലായിട്ട് ഇന്ത്യയുടെ വിദേശ കടം വർദ്ധിച്ചു. അപ്പോൾ കണ്ടമാനമായിട്ട് കടമെടുക്കുകയും നമ്മുടെ ഓഹരികൾ വിറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ട് തൊഴിൽ വർദ്ധിപ്പിക്കാമെന്ന് പറയുന്നു. അതുപോലെ കാർഷിക മേഖല ഞങ്ങൾ സംരക്ഷിക്കുമെന്ന് പറയുന്നു. മത്സ്യബന്ധനം, ഇതുപോലെ ഇടക്കാല ബജറ്റ് 2019-ൽ പീയൂഷ് ഗോയൽ അവതരിപ്പിച്ചായിരുന്നു. ആ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അസംഘടിത തൊഴിലാളികൾക്ക് ഞങ്ങൾ 3,000 രൂപ വെച്ച് മാസം നൽകും. ന്യായ പദ്ധതി, മിനിമം വേതന പദ്ധതി 72,000 രൂപ, 7 കോടി കർഷകർക്ക് കിസാൻ കാർഡ്, ചെറുകിട വ്യവസായികൾക്ക് മർച്ചന്റ് കാർഡ്, GST ഉൾപ്പെട്ടവർക്ക് 10 ലക്ഷം രൂപ വരെ പലിശയില്ലാതെ, കർഷക ആത്മഹത്യ കുറയ്ക്കാൻ കാർഷിക കടം എഴുതിത്തള്ളും. ഇതൊക്കെ 2019-ൽ പീയൂഷ് ഗോയൽ അവതരിപ്പിച്ച ഇടക്കാല ബജറ്റ്. ഇത് പറഞ്ഞ ഒരു കാര്യവും നടപ്പിലായിട്ടില്ല. ഈ കർഷകരുടെ നിങ്ങൾ എഴുതിത്തള്ളിയ മൊത്തം ഇത് 2019-ലെ ഇടക്കാല ബജറ്റിൽ എണ്ണി പറഞ്ഞിരുന്ന് ജനങ്ങളെ കൊതിപ്പിച്ചുകൊണ്ട് ഇലക്ഷൻ നേരത്തെയാണ്. അപ്പോൾ ഇതൊരു ഇലക്ഷൻ ഗിമിക്ക് എന്നുള്ളതല്ലാതെ ഒരു രീതിയിലും രാഷ്ട്രത്തിന്റെ പുരോഗതിയിലേക്ക് പോകുന്ന ഒരു ബജറ്റ് അല്ല. നമ്മുടെ രാജ്യം സാമ്പത്തികമായിട്ട് അങ്ങേയറ്റ കടക്കടിയിലേക്ക് പോകുന്നു. നോട്ടടിച്ച്, അതായത് 6 വർഷം കൊണ്ട് 100%-ലേറെ അധികം നോട്ടടിച്ച് ബജറ്റിലില്ലാത്ത ഡെഫിസിറ്റ് തീർത്തുകൊണ്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ആണ്. ആ രീതിയിലാണ് ഇനി ഇത് മുന്നോട്ട് പോകാൻ പോകുന്നത്. ശിവശങ്കർ മറുപടി സാമ്പത്തിക മാന്ദ്യമാണെന്ന് പറയുന്നു. മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ നേട്ടങ്ങളുമായിട്ട്
ആ ഭരണകാലവുമായിട്ടുള്ള താരതമ്യം ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി നടത്തി. ഇതൊക്കെ ഗിമ്മിക്കുകളാണ് എന്നുള്ള ആരോപണം, രാഷ്ട്രീയമായിട്ടുള്ള ആരോപണമാണ്. BJP വക്താവ് തന്നെ ഇതിന് മറുപടി നൽകണം. പറഞ്ഞോളൂ, ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം പ്ലീസ്. ശിവശങ്കർ ഒന്ന് അൺമ്യൂട്ട് ചെയ്യണം, കേൾക്കുന്നില്ല. ശരി, ഞാൻ അഭയദേവ് പറഞ്ഞ കാര്യം ഞാൻ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ഒരു കാര്യം പറയാണ്. 100,000 തൊഴിൽ ഇത് കിട്ടിയ ഒരു കാര്യം പറയാനാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറയുമ്പോ അത് ഞാൻ നെഞ്ചത്ത്, ഏത് നെഞ്ചത്ത്, ഇടത്ത് നെഞ്ചത്ത് എനിക്കിപ്പോ തൽക്കാലം വെച്ചേക്കാം, അഭയദേവ് ഒരു സന്തോഷമായിക്കോട്ടെ. PLI സ്കീം എന്ന് അദ്ദേഹം കേട്ടിട്ടുണ്ടാവും. അദ്ദേഹം കേട്ട സ്കീമില് 1,70,75,000 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട്. 7.8 ലക്ഷം കോടി രൂപയുടെ സെയിൽസ് നടന്നിട്ടുണ്ട്. അടുത്തത് കേട്ടിട്ട് ഞെട്ടരുത്, കൈ എവിടെയെങ്കിലും നെഞ്ചത്തൊക്കെ വെച്ചോ അറ്റാക്ക് വരാണ്ട്. PLI സ്കീമിൽ 7 ലക്ഷം തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ ഒരൊറ്റ PLI സ്കീം എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. PLI സ്കീം എന്ന് എന്താണെന്ന് ഇവിടുത്തെ പല ഇടതുപക്ഷ ധനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും അപ്ലൈ പോലും ചെയ്തിട്ടില്ല. PLI സ്കീമിന് അപ്ലൈ ചെയ്യാത്ത, ശ്രമിക്കാത്ത ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം. PLI സ്കീമിൽ ഉത്തരാഖണ്ഡിൽ പോലും 5ഓളം ഫാക്ടറികൾ വന്നിട്ടുണ്ട്. കേരളത്തിൽ അപ്ലൈ ചെയ്തിട്ടില്ല, ഫാക്ടറി ഇല്ല, ഇതുവരെ ഒന്നും തുറന്നിട്ടില്ല. ഇടത് നെഞ്ചി വെച്ചിട്ട് ചുമ പോലും വന്നു, ഹൃദയം വരെ പേടിച്ചു പോയി. ഇത്തരം കള്ളക്കണക്കുകളാണ് നിങ്ങൾ ആരോ പറഞ്ഞ് പറ്റിച്ച് പഠിപ്പിക്കുന്നത്. ഇതൊന്നും ദയവായിട്ട് വിശ്വസിക്കരുത്. നിങ്ങൾ കൃത്യമായിട്ട് കണക്കുകൾ പഠിക്കും, എന്നിട്ട് കാര്യങ്ങൾ പറയും. അപ്പോ ഈ ഒരു തൊഴിലുണ്ടായിട്ടില്ല, പിന്നെ തൊഴിലില്ലായ്മ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. പീരിയോഡിക്കൽ സർവേയിൽ തൊഴിലില്ലായ്മയുടെ വ്യത്യാസം എത്രയാണ് NSOന്റെ സർവേയിൽ കണ്ടാണ്. പിന്നെ വിദേശ സർവേകളെ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ, സോറനെയും റോക്ക്ഫെല്ലിനെയും മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് നിർബന്ധമുള്ള ചില ബുദ്ധിജീവികളും ധനതത്വ ശാസ്ത്രജ്ഞന്മാരും എല്ലാം ഇവിടെ ഇരിക്കുമ്പോൾ അവരോട് ഞാൻ എന്ത് തർക്കിച്ച് പറയാനാണ്? ഇപ്പൊ മറ്റൊരു നേതാവ് പറഞ്ഞ കേട്ടു, റൂറൽ ഡെവലപ്മെന്റിന് ഇന്ത്യ ഹാസ് ബീൻ എക്സ്പെൻഡഡ് ഓൺലി 1.72%. ഞാൻ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുന്നു. UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ പെർസെന്റേജ് നോക്കരുത്, ഇതിനേക്കാൾ കൂടുതൽ ഏത് കാലഘട്ടത്തിലാണ് റൂറൽ ഡെവലപ്മെന്റ് വെച്ചിട്ടുള്ളത്? ഈ 1.7% എന്ന് വെക്കുമ്പോൾ അത് എത്ര രൂപയാണെന്നും കൂടെ കാണണ്ടേ? അപ്പൊ ഒരു 100 രൂപ ഈ GDP ഗ്രോത്ത് ഉള്ളപ്പോ അതിന്റെ 1.7% എത്രയായിരിക്കും? 50 രൂപ മാത്രം ഉണ്ടാകാത്ത 2% വെച്ചാലും ഏതായിരിക്കും വലുത് എന്ന് വിചാരിക്കണം. അപ്പൊ പെർസെന്റേജ് കാര്യം മാത്രമല്ല, ഇനി പെർസെന്റേജ് തന്നെ റൂറൽ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ എത്രയാണ് വെച്ചിരുന്നത്? കഴിഞ്ഞ UPA സർക്കാർ ഇവിടെ കാപെക്സ് ഡെവലപ്മെന്റിന് എത്രയാണ് വെച്ചിരുന്നത്? അതുപോലെ തന്നെ എഡ്യൂക്കേഷന് എത്രയാണ് വെച്ചിരുന്നത്? ഈ സർക്കാർ എല്ലാത്തിനും കൂട്ടിയില്ലേ? ബാക്കി എല്ലാത്തിനും കൂട്ടിയിട്ടുണ്ട്. അപ്പോ വികസനം വരികയും വരുമാനം കൂടുകയും അതനുസരിച്ചിട്ട് ഈ പറയുന്ന റൂറൽ ഡെവലപ്മെന്റിന്റെ കാര്യത്തിലായാലും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായാലും ആരോഗ്യ കാര്യത്തിലായാലും കൂടുതൽ വരുമാനം എല്ലാ സംസ്ഥാനങ്ങൾക്കും നൽകിയ ഒരേ ഒരു ഭരണകൂടം ഈ പറഞ്ഞ 10 വർഷത്തെ BJP സർക്കാരായിരുന്നു. ഒരു സംശയവുമില്ല. 1 ലക്ഷം കോടി രൂപ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് 50 വർഷത്തേക്ക് നൽകിയ സർക്കാർ ഇപ്പൊ 1,30,000 കോടിയായിട്ട് അഡീഷണൽ ആയിട്ട് നൽകുന്നു. അതുപോലും അപ്ലൈ ചെയ്യാത്ത സംസ്ഥാനമാണ് കേരളം. 97,000 രൂപ കോൺഗ്രസ് സർക്കാർ വരെ പല സംസ്ഥാനങ്ങളും നേടിയെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊന്നും ഇല്ലാണ്ട് ബലദേവ് ഈ കണക്കുകളെ മറച്ചു വെച്ചുകൊണ്ട് കേരളത്തിന് എന്തോ വലിയ നേട്ടമുണ്ടായി എന്ന് ഉണ്ടാക്കാനായിട്ട് സാധിച്ചില്ല എന്ന് പറയുമ്പോൾ നിങ്ങളുടെ സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടില്ല അല്ലെങ്കിൽ നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ളതല്ല ഏറ്റവും പ്രശ്നം. അപ്പൊ പിന്നെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ പൊതുവെ സൂചിപ്പിക്കുന്നത് ഈ പബ്ലിക് എന്റർപ്രൈസസിനെ കേന്ദ്ര സർക്കാർ വിറ്റുകളയുന്നു എന്നുള്ള ഒരു ആക്ഷേപമുണ്ട്. പൊതുവെ ഞങ്ങൾക്ക് മറുപടി പറയാൻ സമയം കിട്ടാറില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള പബ്ലിക് എന്റർപ്രൈസസിനെ വിറ്റുകളഞ്ഞു എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ടു ദ പബ്ലിക് സെക്ടർ അത് ഫിനാൻഷ്യൽ ഇയർ 14-15 അത് 5.6 ലക്ഷം കോടി ആയിരുന്നെങ്കിൽ അത് 2024 അത് 18.6 ലക്ഷം കോടി രൂപയായിട്ടുണ്ട്. അതായത് പബ്ലിക് സെക്ടർ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കേന്ദ്ര സർക്കാർ നൽകുന്നത് ഇന്ന് 4 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു സംസ്ഥാന സർക്കാർ. അപ്പോ ഒട്ടും ചലനാത്മകതയില്ലാത്ത, വികസനമില്ലാത്ത കുറെ പബ്ലിക് സെക്ടർ തൊഴിലാളികൾക്ക് വേണ്ടി ഗുണം വേണ്ടി മാത്രമല്ല സാധാരണ ജനങ്ങൾക്ക് ഗുണമുള്ളതും തൊഴിലാളികൾക്ക് കൂടുതൽ ശമ്പളം നൽകുന്നതുമായ ഒരു ആരോഗ്യമുള്ള പബ്ലിക് സെക്ടറിനെ നിർമ്മിക്കുകയും മറ്റത് പ്രൈവറ്റ് സെക്ടർ അവിടെയും മുതൽ മുടക്കും കൂടുതൽ വികസനവും തൊഴിലാളികൾക്ക് ശമ്പളവും കിട്ടുന്നുണ്ടല്ലോ. തൊഴിലാളി യൂണിയനുള്ള രാജ്യത്തേക്ക് മാത്രമല്ലല്ലോ തൊഴിലാളികൾ പോകുന്നത്. ദുബായിൽ CIT ഉണ്ടായിട്ടല്ലല്ലോ അങ്ങോട്ട് മുഴുവൻ തൊഴിലാളികൾ പോകുന്നത്.
ചൈനയിലും ഇല്ലാത്ത CITU. അപ്പോ ഇത്തരത്തിൽ വികസനത്തിന് PSUവിന്റെയും PSCയുടെ ഒക്കെ വികസനത്തിന് പ്രൈവറ്റ് സെക്ടർ ഇൻവെസ്റ്റ്മെന്റും ആവശ്യമുണ്ട്. അവിടെയും വികസനം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പബ്ലിക് സെക്ടറിലേക്ക് ഇന്ത്യ ഗവൺമെന്റ് ഏറ്റവും വലിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേന്ദ്ര സർക്കാർ പബ്ലിക് സെക്ടറിനെയും അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെന്റിനെയും എഡ്യൂക്കേഷനെയും അതുപോലെ തന്നെ ആരോഗ്യത്തെയും സ്ത്രീകളെയും കൂടുതൽ പിന്തുണയ്ക്കുന്ന ഒരു സർക്കാരാണ്. അത് കൂടുതലായിട്ട് എന്റർപ്രണർഷിപ്പിനും അതുപോലെ തന്നെ അവരുടെ വികസനത്തിനും വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ്. ഫ്രണ്ട് ലോഡ് എക്കണോമി അല്ല. വി ആക്ച്വലി വാണ്ടഡ് ടു ദം ടു പ്രൊഡ്യൂസ് മോർ. കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് കൂടുതൽ ചെലവാക്കാനായിട്ടുള്ള ഒരു സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് BJP സർക്കാർ മുന്നോട്ട് പോകുന്നത്. അത്തരം നയങ്ങളാണ് ഈ ബജറ്റിലൂടെ ഞാൻ കാണുന്നത്. രഞ്ജിത് കാർത്തിക്, എനിത്തിങ് ടു ആഡ് താങ്കൾക്ക്? എനിക്ക് ബാക്കിയുള്ള ഇതിനകത്ത് ഒരു കാര്യം നമ്മളൊരു ഈ ടോപ്പിക്ക് നമ്മൾ വിട്ടുപോയത് ക്ലൈമറ്റ് ചേഞ്ചും എനർജി ട്രാൻസിഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്കുള്ളൊരു ഇൻ്റർവെൻഷനാണ്. അതെനിക്ക് തോന്നുന്നു അത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ കുക്കിംഗ് ഗ്യാസിൻ്റെ ആണെങ്കിലും ബാക്കി ഫോസിൽ ഫ്യൂവലിൻ്റെ ആണെങ്കിലും ഒക്കെ ഒരു മേജർ, അതായത് ഈ ഷൗട്ടിങ് ഫ്രം ദ റൂഫ് എന്നൊക്കെ പറയുന്ന പോലെ പുരപ്പുറത്തുള്ള സോളാർ പാനലുകളുടെ ഒരു ഇൻ്റർവെൻഷൻ വളരെ അത്യാവശ്യമുള്ള ഒരു പ്രോജക്റ്റായിട്ട്. അപ്പോൾ എന്തിനു വേണ്ടി ഇത് പറയണം, ഇത് ചെയ്താൽ പോരെ, അല്ലെങ്കിൽ ഇത് ബഡ്ജറ്റിൽ പറഞ്ഞാൽ പോരെ എന്നൊക്കെ ചോദിച്ചാൽ, ആക്ച്വലി ഈ പറയുന്ന ഒരു പ്രഖ്യാപനം നടത്തുമ്പോൾ ആളുകളിലേക്ക് ഇതിൻ്റെ ഒരു ഇന്ന് ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുമ്പം എല്ലാവരും ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ്. എനിക്ക് ഏറ്റവും 3 ചലഞ്ചസ് ഉണ്ടായിരുന്നതിൽ ഒന്ന് ഈ പറയുന്ന പോലെ എനർജി ട്രാൻസിഷനും നേരത്തെ പറഞ്ഞ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇഷ്യൂവും അതുപോലെ തന്നെ ഡീഗ്ലോബലൈസേഷൻ. ഇതാണ് നമ്മുടെ എക്കണോമിക് റിവ്യൂ റിപ്പോർട്ടിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്തിരുന്ന ചലഞ്ചസ്. അതിനകത്ത് ഒരു വലിയ ഇൻ്റർവെൻഷൻ ഞാൻ ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാര്യത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഓയിൽ പ്രൈസസിൻ്റെ അല്ലെങ്കിൽ ഈ ഫോസിൽ ഫ്യൂവലിൻ്റെ പ്രൈസസിൽ ഒരു ഡിക്രീസ് ഉണ്ടാകാത്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിനകത്ത് ഈ നേരത്തെ ഇവിടെ സൂചിപ്പിക്കേണ്ട ഈ ലോജിസ്റ്റിക്സിൽ അതിൻ്റെ പ്രൈസ് ഈ ഇൻഫ്ലേഷൻ കൂടിയതിൻ്റെ ഒരു റീസൺ. പക്ഷെ അതിനെ ഓഫ്സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ GST വന്നപ്പോഴത്തേക്കുണ്ടായിട്ടുള്ള ഡിക്രീസ് ഇൻ ടൈം ടേക്കൺ. ഏതാണ്ട് ഈ ഒരു പ്രൈസസിൽ വന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റിലെ കുറവ് ഇതിൻ്റെ ഓഫ്സെറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു വിലവർധന ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനറലി ഒരു നയരേഖ എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് ഈ എനർജി ട്രാൻസിഷന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻ്റർവെൻഷൻ, അതിലെ 300 യൂണിറ്റ് വൈദ്യുതി ഈ സോളാർ പാനലിൽ നിന്ന് കിട്ടുന്നത് ഓരോ വീട്ടുകാർക്കും ഒരു ഫ്രീ ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനും ബാക്കിയുള്ളത് കോമൺ ഗ്രിഡിലേക്ക് കെട്ടാനുള്ളൊരു പ്രപ്പോസലാണ്. എനിക്ക് തോന്നുന്നു അത് എനിക്കൊരു ഏറ്റവും വലിയ ഒരു പാത്ത് ബ്രേക്കിംഗ് ആയിട്ടുള്ള അത് ഈ പറയുന്ന കുക്കിംഗ് ഗ്യാസിൻ്റെ പ്രശ്നങ്ങളും. അപ്പോൾ ഇതെല്ലാം പറയുമ്പോഴും ഞാൻ ഒരു കാര്യം കൂടെ ഒന്ന് കൂട്ടത്തിൽ പറയണം. പണ്ട് കഴിഞ്ഞ ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് രാജീവ് സർദേശായി എന്ന് പറയുന്ന ഒരു വലിയ പ്രസിദ്ധനായ ഒരു ജേർണലിസ്റ്റ് ഈ സ്വച്ഛ് ഭാരതിൻ്റെ ഭാഗമായിട്ട് ടോയ്ലറ്റ് പണിഞ്ഞതിൽ പലയിടത്തും അത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടൊരു റിവ്യൂ ഉണ്ടായിരുന്നു. അദ്ദേഹം പലയിടത്തും പോയി നിന്നിട്ട് ഇങ്ങനെയുള്ള പ്രോജക്റ്റുകൾ ചെയ്തെങ്കിൽ ഇതിന് ആക്ച്വലി ഇതുകൊണ്ടൊരു പ്രയോജനം ഉണ്ടായില്ല. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട്സ് കഴിഞ്ഞിട്ട് അദ്ദേഹം അതിനൊരു റിജോയിൻഡറായിട്ട് ഒരു മാപ്പ് പോലെ വന്ന് തിരിച്ചു പറഞ്ഞു. അതായത് അദ്ദേഹം ഈ ചില ആളുകൾക്ക് ഇത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഇതുകൊണ്ട് ഉപകാരമുണ്ടായി എന്നുള്ളതിൻ്റെ ഒരു ഫലമാണ് ആ കഴിഞ്ഞ പ്രാവശ്യത്തെ 2019 ഇലക്ഷൻ അപ്പം നമ്മളിവിടെ നിന്ന് പറയുമ്പോൾ പല കാര്യങ്ങൾക്കും നമ്മളൊരു അസംഷനിലാണ് പറയുന്നത്. ഞാൻ പറയുന്നതും അങ്ങനെ തന്നെയാണ് അല്ലെന്നല്ല, നമ്മളൊരു ഫീൽഡിൽ പോയിട്ടല്ല പറയുന്നത്. നമ്മുടെ ഒരു പെർസെപ്ഷനും നമ്മുടെ ബയസും എല്ലാം കൂടെ ചേർന്നിട്ടാണ് പറയുന്നത്. പക്ഷേ ആക്ച്വൽ ബെനഫിഷ്യറീസിൻ്റെ കാര്യത്തിൽ ഇപ്പം ഉജ്ജ്വല യോജനയുടെ കാര്യം നേരത്തെ പ്രൊഫസർ പറഞ്ഞപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ പറയുന്ന ഈ വലിയ ഒരു ഇമ്പാക്റ്റ് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് പല ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റഡീസും പറയുന്നത്. ആ ഉജ്ജ്വല യോജനയിൽ അതിൻ്റെ ഗ്യാസിൻ്റെ വില 5 വർഷം കൊണ്ട് ഇരട്ടിയായി എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ബെനഫിഷ്യറിക്ക്
ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഒരു ബെനഫിറ്റിനെ അത് ടോട്ടലി നെഗേറ്റ് ചെയ്യാൻ ആയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പല റിപ്പോർട്ടുകളും പറയുന്നത്. ഇതിന് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് സ്റ്റഡീസ് ഉണ്ട്. അത് വിദേശ കാര്യങ്ങളല്ല ചെയ്തിട്ടുള്ളതെന്നുള്ളത് എനിക്ക് പറയാം, കാരണം അതുകൊണ്ട് പലരും കോട്ടിയില്ലായിരിക്കാം. പക്ഷേ ഈ പറയുന്ന 70ഓളം കോടി ആളുകളിൽ ബെനഫിറ്റ്സ് പോയിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട. അതിനി എന്ത് ഹെൽത്ത് റിപ്പോർട്ടിലുണ്ട്, ഞാൻ പറയുന്നില്ല, ഞാൻ ഈ പറയുന്ന പോലെ ഹെൽത്ത് ഇൻഡെക്സുകളിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു 100% എന്ന് പറയുന്ന ഒരു എക്കോണമി നമുക്ക് ഉണ്ടാക്കാൻ ഒക്കില്ല. എല്ലാത്തിലും വീഴ്ചകളും കുറവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സർവേ നടത്തി എന്തൊക്കെയാണ് കറക്റ്റീവ് മെഷേഴ്സ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. ഈ സർവേ റിപ്പോർട്ട് തന്നെ നോക്കുകയാണെങ്കിൽ വളരെ ഇൻട്രസ്റ്റിംഗ് റീഡിംഗ് ആണ്. അതിനകത്ത് ഒരു ആളുകളുടെയും കുറ്റമായിട്ടല്ല പറഞ്ഞത്. ഓരോ 10 ഇയേഴ്സിൻ്റെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ആക്ടിവിറ്റീസ് എന്താണ്, എക്കോണമിയെ ബാധിച്ചത് എങ്ങനെയാണ്, അത് 2014 വരെ എങ്ങനെ വന്നു നിന്നു, അതിന് ശേഷമുണ്ട് ട്രാൻസ്ഫർമേഷൻ എന്താണ് എന്ന് വളരെ ഒരു ഓബ്ജക്റ്റീവായിട്ടാണ് ആ സർവേ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇന്ത്യൻ എക്കോണമിക് റിവ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബേസിക്കലി ഒരു പൊളിറ്റിക്കൽ ആംഗിളിൽ മാത്രം, അല്ലാതെ ഒരു സാമ്പത്തിക വിദഗ്ധൻ എന്നുള്ളതല്ല. ഞാൻ ചാർട്ട് അക്കൗണ്ടൻ്റാണ്, എൻ്റെ ഒരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ പലപ്പോഴും പറയാറുണ്ടെങ്കിലും ഒരു ഞാനൊരു ഒബ്സർവറാണ്. ഒരു കാര്യങ്ങൾ പഠിക്കുന്ന, അപ്പം ഈ പറയുന്ന പോലെ പ്രൊഫസറെ പോലെയുള്ള ആളുകൾ പറയുമ്പോൾ അത് പലപ്പോഴും ഞാൻ കേട്ട് മനസ്സിലാക്കുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ ഇതിനകത്ത് ഹെൽത്ത് ഇൻഡെക്സിലും ഹെൽത്തിൻ്റെ കാര്യങ്ങളിലും ഡെഫിനറ്റ്ലി വീഴ്ച വന്നിട്ടുണ്ട്. 140 കോടി ആളുകൾ ഉള്ള ഒരു രാജ്യത്ത് 100% നമുക്കൊരിക്കലും ഉണ്ടാക്കില്ല. പക്ഷേ കഴിയുന്ന ആ ഉപകരണങ്ങൾ ഉണ്ടാക്കി വച്ചിരുന്നത് എടുത്ത് വളരെ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് ഇന്ന് ഞാൻ നരേന്ദ്രമോദി സർക്കാരിന് കൊടുക്കുന്ന ഇത്. ആധാറിൻ്റെ യൂട്ടിലൈസേഷൻ ആണെങ്കിലും ഡയറക്റ്റ് ബെനഫിറ്റ് ആണെങ്കിലും മൻരേഗയാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തു. ഇതിനു മുമ്പ് ആധാറിനെ പറ്റി ഒരു അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പം നെഗറ്റീവായിട്ട് പറഞ്ഞാണ്. പക്ഷേ അതിൻ്റെ നെഗറ്റിവിറ്റി മാറ്റി അത് നല്ലതാണെന്ന് മനസ്സിലാക്കി അത് ഉപജ്ഞാതാവിനെ കൊണ്ട് തന്നെ അതിൻ്റെ ബെനഫിറ്റ് 100%ലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം നടത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിനുള്ള ക്രെഡിറ്റ്, ആ ഗവൺമെൻറ്റിനുള്ള ക്രെഡിറ്റ്. എന്തായാലും സമഗ്ര വികസനത്തിൻ്റെ റോഡ് മാപ്പുമായിട്ടായിരിക്കും ജൂലൈ മാസത്തിൽ പൂർണ്ണ ബജറ്റുമായി പാർലമെൻറ്റിൽ എത്തുക എന്ന ഉറപ്പോടുകൂടിയാണ് നിർമ്മലാ സീതാരാമൻ ഇന്ന് ഇടക്കാല ബജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചത്. ആ ആത്മവിശ്വാസമാണ് ഈ സർക്കാരിനെ മുന്നോട്ട് നയിക്കുന്നത്. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർ.